തിരുരങ്ങാടിയിൽ ഞങ്ങൾ ചെയ്ത പണി എന്താ അറിയാ? ബാബരി മസ്ജിദ് പൊളിച്ച സമയം, ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്ന സമയത്ത് എന്റെ പൊന്നുതങ്ങൾ, എന്റെ കരളിന്റെ കഷ്ണമായ ശിഹാബ് തങ്ങള് കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി ആലോചിച്ച് കേരളത്തിന് കരുണാകരൻ മാറിയിരിക്കുന്നു, ഇനി ആന്റണിയാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നു, ഒരു പുതിയ മണ്ഡലം കാണണമല്ലോ. തങ്ങൾ പറഞ്ഞു നമുക്ക് കൊണ്ടുവിടുന്നാലോ, കാരണം അവിടെ ഒരു ഒഴിവുണ്ടായിരുന്നു. തിരൂരങ്ങാടിയിൽ നമ്മുടെ ആള് മരിച്ച സമയത്ത് അല്ലെ, ആ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു ഒഴിവുണ്ടായിരുന്നു. തിരൂരങ്ങാടി ഉപതെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുകയാണ്. താങ്കൾ പറഞ്ഞു നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പരീക്ഷണം വേണ്ട, ഇവിടെ നിർത്താറ്. എഴുതി പിറ്റേ ദിവസം പത്രം, കുഞ്ഞാലിക്കുട്ടി പാണക്കാട്ട് തങ്ങളെ സോപ്പടിച്ച് കോൺഗ്രസിന് ഈ സീറ്റ് വിറ്റിരിക്കുന്നു, ലീഗിന്റെ സീറ്റ്. ടി കെ ഹംസ ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയ പോലെ ഇറങ്ങി. ടി കെ ഹംസ പറഞ്ഞു ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ, ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ എന്ന് പറഞ്ഞ എന്താ മലയാളം? മാപ്പിളാര് കൂടുതലുള്ളവർക്ക് അച്ചായനോന്ന്. ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ. ദേശാഭിമാനി എഴുതി കാത്തു സൂക്ഷിച്ച ലീഗിന്റെ മണ്ഡലം കാക്ക കൊത്തിപ്പോകും. എന്താ ചിഹ്നം? കൈപ്പത്തി. അബ്ദുൽ നാസർ മഅദനി ഇറങ്ങി, പള്ളി പൊളിച്ച കൈപ്പത്തിയാണ് മക്കളെ. ആര്? അബ്ദുൽ നാസർ മഅദനി. അപ്പോ ഇയാളൊരു വക, ഹംസാക്കാണ്ടത് ഒരു വക. നിർത്തിയ എതിർ സ്ഥാനാർത്ഥിയോ എന്നെ കരീം, വേറൊരു കരീം ചരിത്രകാരൻ. എന്നിട്ട് പറഞ്ഞു മമ്പുറം തങ്ങളുടെ മണ്ണിലിതാ അദ്ദേഹത്തിന്റെ സമുദായത്തിലെ ഒരാൾ ഇടതുപക്ഷം പ്രചരണം നടത്തി. നമ്മള് ഇതുവരെ കോണിക്ക് വോട്ട് ചെയ്ത തള്ളാരക്ക് ഉമ്മമാർക്ക് ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ, അതും അബ്ദുൽ നാസർ മഅദനി പറയും ഏതാണ് കൈ മക്കളെ? പള്ളി പൊളിച്ച കൈ. ആ സമയത്ത് കുടുംബയോഗം കഴിഞ്ഞ് വരുന്ന വല്യമ്മമാര് ഒട്ടുമുറം കടപ്പുറത്തുനിന്ന് പരപ്പനങ്ങാടി ഇങ്ങനെ നടന്നു വരുമ്പോ ചാനലുകാർ അന്ന് പ്രസവിച്ചിട്ടില്ല, ഈ ഫിത്തനയുടെ ടവർ എവിടെയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് മാതൃഭൂമി പത്രക്കാരൻ ഒരു കടലാസ് എടുത്ത് വന്നിട്ട് കുടുംബയോഗം കഴിഞ്ഞ് വരുന്ന കറുപ്പ് സൂപ്പെടുത്ത വെള്ളക്കാച്ചി എടുത്ത വല്യമ്മാനെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, അല്ല വല്യമ്മ ഒരു സെക്കൻഡ്, ഈ ഇത്രയും കാലം ഈ ഏണിക്ക് കോണിക്ക് മാത്രം, എങ്ങനെ മോനെ, ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാ ഈ കൈപ്പത്തിക്ക് ചെയ്യാ? നല്ല ചോദ്യം. ആ വല്യമ്മ നിലത്ത് കുനിഞ്ഞിട്ടൊരു കൊള്ളി കഷ്ണം, ഒരു മരക്കൊള്ളിയുടെ കഷ്ണം എടുത്തിട്ട് പറഞ്ഞ് മാതൃഭൂമിക്കാരനോട്, ഇട മോനെ ഇതാണ് ചിഹ്നം എന്ന് പാണക്കാട്ട കുട്ടികൾ പറഞ്ഞാൽ വോട്ട് ഇതിമുണ്ടാവും, ചലക്കാതെ പോടാ. ആരോടാ പറഞ്ഞത്? പത്രക്കാരനോട്. അതാണ് ലീഗിന്റെ തള്ള. എന്നിട്ടേ ഞങ്ങളെ മക്കളെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളെ MSFന്റെ കുട്ടികൾ ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CHന്റെ സർവകലാശാലയിൽ രാജകീയ പ്രൗഢിയോടുകൂടി MSFകാരി രാജാത്തിയായിരിക്കുന്നു. എവിടെയാ? അറബിക്കഥയിലെ രാജകുമാരനെ പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ അരങ്ങ് അടക്കി വാണ ആ രാജപ്രതാപി എന്റെ പൊന്നു CHന്റെ സർവകലാശാലയിൽ MSFകാരി രാജാത്തിയായി മാറിയിരിക്കുന്നു. നിങ്ങള് ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ എന്ത്? UDF എന്നാ ലീഗ് ഭരിക്കും. എന്താ ഞങ്ങള് നികുതി തരണുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റൂലേ? ഞങ്ങളെ CH ആഭ്യന്തരമന്ത്രി ആയതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ജാതി പറയാൻ എവിടെയും സംഭവിച്ചില്ല. CH പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തപ്പോ ചേറ്റുവ പാലം നിർമ്മിക്കാൻ കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞു എന്താ നിവേദനം. CH ചോദിച്ചു എന്താ പ്രത്യേകത? ഈ പാലം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം, ഇത് വന്നാൽ സമുദായത്തിന് വലിയ രക്ഷയാണ്. എന്റെ പൊന്നു CH പൊതുമരാമത്ത് മന്ത്രി CH പറഞ്ഞു, മക്കളെ സമുദായത്തിന് വമ്പിച്ച രക്ഷയുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന പാലം, സോറി അത് ഈ പാലമല്ല, അത് സിറാത്ത് പാലമാണ് എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ച എന്റെ പൊന്നു CH. ജാതി പറയാതെ മതം പറയാതെ ഞങ്ങൾ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അപ്പൊ KT ജലീൽ വന്നു. KT ജലീൽ വന്നിട്ട് പറഞ്ഞു സുന്നി പള്ളിയിലും പെണ്ണു പോണം. എന്താ ഉണ്ടാകുക? ഇപ്പൊ ഇവിടുത്തെ സുന്നി പള്ളിയിൽ അബോക്കരാജ് സുബൈക്ക് വരികയാണ്. അപ്പോഴാണ് ഒരു മൈമൂന മാക്സി ഇട്ടിട്ടാവുന്നു കിടക്കങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് വിളി. അയാൾ എന്താ ചെയ്യാ? അയാൾ അവിടെ ഔന്നും കിടക്കുള്ള ഉള്ളത് എടുത്തിട്ട് പേറൂലേ? കാരണം എന്താ? സുന്നി ആചാരപ്രകാരം ഒരു പെണ്ണവിടെ വരാൻ പാടില്ല.
അപ്പൊ ജലീലിന്റെ ബുദ്ധി ഒന്നും കൂടി മാറ്റിച്ചുപാട്ടി കലക്കിയെടുത്ത് അരിച്ചെടുത്തപ്പോ ജലീലിനെ കൊണ്ട് പ്രസ്താവന ഇറക്കിച്ചു. എന്താണെന്നറിയോ? എല്ലാ പള്ളിയിലെയും ബാങ്ക് വിളി പെണ്ണാകണം. അപ്പൊ എന്താ അത് മുജാഹിദും കൊള്ളാവും. എന്താ ബാങ്ക് വിളി പെണ്ണ? ഏതെങ്കിലും ഉണ്ടോ? മക്കത്തുണ്ടോ? മദീനത്തുണ്ടോ? മൊറാക്കോയിലുണ്ടോ? എവിടെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഈജിപ്തിലുണ്ടോ? ഖൈറോയിലുണ്ടോ? ഏതെങ്കിലും നാട്ടിലുണ്ടോ പെണ്ണ് ബാങ്ക് കൊടുക്കല്? ജലീൽ പറയാ എല്ലാ പള്ളിയിലെയും ബാങ്ക് പെണ്ണാണ്. ബാങ്ക് പെണ്ണായാലെന്താ? ബാങ്ക് പെണ്ണായ നാട്ടുകാരൊക്കെ പാടെ പള്ളിയിലേക്ക് വരും. എല്ലാരും കൂടി ഒന്നാമത്തെ സഫിൽ നിൽക്കും. ഇടങ്ങറായില്ലേ? ആരോടെ? മുജാഹിദ് പള്ളിയിൽ നല്ല നിയന്ത്രണത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായി ഒരു മറക്കപ്പുറത്ത് അവരുടെ വിശ്വാസം. അങ്ങോട്ട് പോണവർക്ക് പോകാം, ഇങ്ങോട്ട് പോണവർക്ക് പോരാ. അതല്ലേ ഇന്ത്യ. സുന്നിക്ക് സുന്നി, മുജാഹിദിന് മുജാഹിദ്, ഇങ്ങനൊക്കെ ആയി ജീവിക്കാൻ ഈ നാട്ടിൽ അവകാശാധികാരം ഉണ്ടല്ലോ. അവിടെ കയറി അവിടെയും മാർച്ചിട്ട് പാർട്ടിക്ക് മതരംഗം എങ്ങനെയെങ്കിലും കലുഷിതാക്കണം. അതിനാണ് ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. എന്താ പറഞ്ഞറിയോ ഗോവിന്ദൻ മാഷ്? അടുത്ത ഭരണം UDF-ന്റെ കയ്യിൽ കിട്ടിയാൽ ലീഗായിരിക്കും ഭരിക്കുക. അത് ആരെ സുഖിപ്പിക്കാനാ? ആര് ചാനലുകാര് പറയുന്നു ഇവിടുത്തെ ഹൈന്ദവരെ ഉന്നം വെച്ച. പക്ഷെ ഹൈന്ദവര് പൊട്ടന്മാരല്ല. എന്ത് വെള്ളാപ്പള്ളി സുകുമാരൻ നായർ കുലുങ്ങിയാലും അയ്യപ്പ സംഗമത്തില് നിങ്ങളെ ഏൽപ്പിച്ച ഭക്ഷണം കുപ്പയിൽ കൊണ്ടുപോയി കൊട്ടേണ്ടി വന്നു. എന്താ കാരണം? ഈ നാട്ടിലെ ഹൈന്ദവർ പ്രബുദ്ധരാ. ഈ നാടേതാ? ശ്രീശങ്കരന്റെ നാടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മനാടാണ്. ഇവിടെ മാലിക് ദീനാറും അനുയായികളും കടന്നു വന്നപ്പോ അവർക്ക് കുടിക്കാൻ പാല് കൊടുത്ത ഹിന്ദു, അവർക്ക് കിടക്കാൻ പായ കൊടുത്ത ഹിന്ദു, അവരൊക്കെ എത്ര സ്നേഹത്തിലാ കഴിയുന്നത്. മങ്ങാട്ടച്ഛൻ എന്ന പേര് കേൾക്കുമ്പോ കുഞ്ഞായി മുസ്ലിയാരുടെ പേര് ഓർമ്മ വരുന്ന നാട്. കോന്തു നായർ, മമ്പുറം തങ്ങളുടെ പേര് കേൾക്കുമ്പോ കോന്തു നായരുടെ പേര് ഓർമ്മ വരുന്ന നാട്. ചന്ദനപ്പൊട്ട് ധരിച്ച ചന്ദ്രൻ, നിസ്കാര തഴമ്പുള്ള നിസാർ അഹമ്മദ്, കുരിശു ധരിച്ച കുര്യാക്കോസ്, എല്ലാം ഈ നാടിന്റെ മക്കൾ. ഒരേ ഞെട്ടിയിലെ പൂക്കൾ. ഓംകാര വിളികളും ഓശാന പാട്ടുകളും ഓത്തുപള്ളികളും നിറഞ്ഞ കേരളക്കര. അവിടെ കർക്കിടക മാസത്തിലെ രാമായണവും ഡിസംബർ മാസത്തിലെ ബൈബിളും റമദാൻ മാസത്തിലെ ഖുർആനും അന്തരീക്ഷത്തിൽ മുഖരിതമാകുന്ന മണ്ണ്. ഇവിടെ ജാതിയും അതൊന്നും നോക്കിയിട്ടല്ല വോട്ട് ചെയ്യാ. ഗുരുവായൂരിൽ PKK ബാബ മത്സരിച്ചപ്പോഴാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോണിച്ചിഹ്നം, ദൈവമേ ലീഗ് പരാജയപ്പെടരുത് എന്ന് പറഞ്ഞൊരു ഹൈന്ദവൻ നേർച്ച നേർന്നതായിരുന്നു. അതാണ് കേരളം. അതാണ് കേരളം. ഒരു അനീതിയുടെ കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ യുവതയുടെ ഒരു തിരുത്തുമായിട്ടാണ് ഇങ്ങ് ഇന്ത്യ രാജ്യത്തിലെ ഇങ്ങേക്കരയിലെ ഒരു തുരുത്തില് മുസ്ലിം ലീഗിന്റെ ഈ പച്ചപ്പ് ജനങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത അനീതിയുടെ കാലം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ സർവ്വസീമകളും ലംഘിച്ചുകൊണ്ട് വോട്ടിംഗ് മെഷീനും ജനാധിപത്യ അവകാശവും സംശയത്തിന്റെ മുൾമുനയിലായ ഒരു സമയത്താണ് യൂത്ത് ലീഗ് ഈ മുദ്രാവാക്യവുമായി രംഗപ്രവേശം നടത്തിയിട്ടുള്ളത്. ഇപ്പൊ നമുക്കൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ അയാളെ പ്രധാനമന്ത്രിയാക്കാനും കോർപ്പറേഷൻ ചെയർമാനാക്കാനും മേയറാക്കാനും ഉള്ള ആയുധമാണ് മക്കളെ ഈ വോട്ട്. അതാണ് ജനാധിപത്യത്തിന്റെ അതവും മര്യാദയും. ഇഷ്ടമുള്ളവനെ കയറ്റാം, ഇഷ്ടമില്ലാത്തവനെ ഇറക്കാം. ആ വോട്ടിംഗ് മെഷീൻ അവതാളത്തിലായാലും പിന്നെ എന്താ സ്ഥിതി? അപകടകരമായ വളവ് എന്ന് എഴുതി വെച്ചൊരു ബോർഡ് ഏതോ ഒരു അപകടത്തിൽപ്പെട്ട് വളഞ്ഞിരിക്കുന്നു എന്ന് പണ്ടാരോ പറഞ്ഞു. അതുപോലെ വോട്ടിംഗ് മെഷീൻ വരെ സംശയത്തിന്റെ മുൾമുനയിലാണ്. ഒരു പെട്ടിക്കട പോലത്തെ ഒരു വീടിന് ഒറ്റ നമ്പർ, ആ ഒറ്റ നമ്പറിൽ 80 അധികം ആൾക്കാർ കൂട്ടമായി താമസിക്കുന്നു. അവരെങ്ങനെ കിടന്നുറങ്ങുക എന്ന് ചോദിച്ചാൽ അവരൊക്കെ എങ്ങനെ കുത്തനെ നിൽക്കുകയാണ്. ഇലാ യൗമിൽ ഖിയാമ, സൂര്യൻ ഊതുന്ന വരെ അവർക്ക് കിടത്തല്ല. 80 ആള് ഒരു പെട്ടിക്കട പോലത്തെ റൂമിൽ ഒരു വോട്ടർ പട്ടികയിലെ സ്ഥിതിയാണ്. ജമ്മത്തിൽ കല്യാണം കഴിക്കാത്തൊരു ചങ്ങാതിക്ക് 55 മക്കള്. നോക്കണം. പിന്നെയാണെങ്കിൽ ഒരാള് 14 സ്ഥലത്ത് വോട്ട് ചെയ്യുന്നു. കുത്ത് ബാപ്പയാണെങ്കിൽ കോമ ഉമ്മ. ഒരു അത്ഭുതാവഹമായ വോട്ടർ പട്ടിക. ഒരു ബൂത്തിലെ
ഒരു സാധാരണ യൂത്ത് കോൺഗ്രസ്സുകാരൻ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടിയാണ് എൻ്റെ രാഹുൽ ഗാന്ധി. ആഴത്തിൽ മുങ്ങിത്തപ്പി മുടിനാരിഴ കീഴി പരിശോധിച്ച് ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് പോലെ ഒരു പ്രൊജക്ടർ വെച്ച് ഇതിലപകടം എന്ന് പറയുമ്പോ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷനും മിണ്ടാട്ടല്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ തെറ്റൊക്കെ തിരുത്താൻ ഉപയോഗിക്കുന്ന സാധനാണ് ഈ വോട്ട്. അതെന്നെ അവതാളത്തിലായ പിന്നെ എന്താ സ്ഥിതി? അപകടകരമായ വളവ് എന്ന് എഴുതി വെച്ചൊരു ബോർഡ് ഏതോ ഒരു അപകടത്തിൽപ്പെട്ട് വളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ തീപിടുത്തണ്ടായ കൊണ്ടുവന്ന് കെടുത്തുന്ന സാധന ഫയർ എഞ്ചിൻ, ഫയർഫോഴ്സ്. പക്ഷെ ആ ഫയർഫോഴ്സിന് തന്നെ തീ പിടിച്ചാൽ പിന്നെ എന്തുകൊണ്ടാ കെടുത്തുക? വലിയ അപകടത്തിലേക്കാ പോകുന്നത്. ആ സമയത്താണ് മുസ്ലിം യൂത്ത് ലീഗ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി സംവദിക്കുന്നത്. നമ്മളല്ലെങ്കിലും രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഒരു ഡബിൾ തുണിയൊന്നുമല്ല. കുറെ ആളുകൾ ഈ രാജ്യത്തിന്റെ ശ്രദ്ധ മറ്റു വഴിക്ക് മാറ്റി വിടുകയാണ്. നമുക്കങ്ങനെ കഴിയില്ല. ഇത് രാജ്യത്തിന്റെ പ്രശ്നമാണ്, നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എവിടെ എത്തി രാജ്യത്തിന്റെ അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇലക്ഷൻ കമ്മീഷനെയാണ് ആളുകൾ സംശയിച്ചിട്ടുള്ളത്. പിന്നെ ഈ നാടിന്റെ അവസ്ഥ എന്താണ്? 1500 വോട്ടുള്ള ഒരു സ്ഥലത്ത് 3 സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോ മൊത്തം സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ട് കൂട്ടി നോക്കുമ്പോ 2300. ഇതെന്തൊരു കഥ! ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? പൂച്ചക്കാരും മണികെട്ടും എന്ന് പറഞ്ഞതുപോലെ ആരാ ഇതിന് പണിയെടുക്കേണ്ടത്? പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു അമീറായി അദ്ദേഹം ഇത് ലോകരോട് വിളിച്ചു പറയാണ്. അപ്പൊ എന്താ വേണ്ടത്? എല്ലാരും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് കൊടുക്കുക. കാരണം ഇത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും എല്ലാവരെയും വിഷയമാണ്. ഒരു പക്ഷെ BJP-യുടെയും വിഷയമാണ്. മാന്യമായ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ജനകീയമായി ജനാധിപത്യ പോർക്കളത്തിൽ ബാലറ്റ് ഉപയോഗിച്ച് വന്നോട്ടെ, ആർക്കായി ഇവിടെ ഛേദം? പക്ഷെ അതല്ല നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിനുണ്ട്, കന്നഡയിൽ നിന്ന് സിദ്ധരാമയ്യ ഉണ്ട്, ഷിബു സോറനുണ്ട്, മമതാ ബാനർജി ഉണ്ട്. ഞാൻ എണ്ണണോ? പക്ഷേ നമ്മളെ കേരളത്തിലെ മൂത്താപ്പാക്ക് ഇതിനൊന്നും നേരില്ല. മൂപ്പര് വേറെ റൂട്ടിലാണ്. മൂപ്പര് ഇതിന്റെ കൂടെ അല്ല, രാഹുൽ ഗാന്ധിയുടെ കൂടെ അല്ല. അയാൾ മാത്രല്ല, അയാൾ ഒരു ഇമാമാണ്. പക്ഷെ മൗമൂമിങ്ങളും ഇല്ല. ഫേസ്ബുക്ക് നോക്കിയാൽ അത് ബോധ്യാവും. രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോ എല്ലാവരും ലൈക്ക് ചെയ്യാണ്, നിങ്ങൾ മുന്നോട്ട്. അപ്പോഴാണ് CPM സഖാക്കൾ ചെയ്യുന്നത് ലൈക്ക് നേരെ കീഴ്പോട്ടാ. അതിൽ ഞാൻ ഇങ്ങനെ ഒരു ടൈറ്റിൽ കണ്ടു, ഉണ്ടയില്ലാ വെടി. രാഹുൽ ഗാന്ധി ഇപ്പൊ നടത്തുന്ന വെടി ഉണ്ടയില്ലാ വെടി. ആരാന്നാ? BJP-കാരനല്ല. ശരിക്ക് കേൾക്കണം. VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണ് അയാൾ. അപ്പൊ നിങ്ങളെ ഉള്ളിലിരിപ്പ് നമുക്ക് മനസ്സിലായി. 2 കാരണം കൊണ്ട് BJP നടത്തുന്ന ഈ പേക്കൂത്തിന്റെ കൂടെ എതിരായിട്ട് രാഹുൽ ഗാന്ധിയുടെ കൂടങ്ങളില്ല. 2 കാരണമുണ്ട്. ഒന്നെന്താ? BJP താഴെ ഇറങ്ങിയാൽ ഒരാളാണ്ട് കയറും, അധികാരത്തിക്കല്ല ജയിലിക്ക്. ആ ബേജാറാണ്. ആളെ ഞാൻ ലാസ്റ്റ് പിന്നെ പറഞ്ഞുതരാം. ഇത് സ്വകാര്യാണ്, മൈക്കെ കൂടിയെന്ന് വിചാരിച്ച് സ്വകാര്യല്ല എന്ന് കരുതണ്ട, പറയൂ. പിന്നെയോ ഈ വോട്ടിങ്ങിലെ അട്ടിമറി ഇവര് ഈ ഭാഗത്തൊക്കെ കുറെ നടത്തിയതാണ്. പറയണ്ട, മരിച്ചവരെ വോട്ട്, പറന്നിട്ട് വോട്ട്, എത്ര ആളുകളെ വോട്ട് ചെയ്തു, എന്തെല്ലാം നടത്തി. അപ്പൊ ഇവർക്കിതൊരു പുതുമയേ അല്ല. പക്ഷെ നിങ്ങൾ അറിയണം, CPI-യുടെ നേതാവായ ആനി രാജ. ഏത് ആനി രാജ? ഈ രാഹുൽ 4 ലക്ഷത്തിന് വയനാട്ടിൽ തോൽപ്പിച്ച ആനി രാജ. നമ്മളെ മദ്രസയിലൊക്കെ ജാഥ അടക്കുമ്പോൾ ലഡു തിന്നു പോണ പോലെ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം ലഡു, ഒന്ന് വായല്, ഒന്ന് വലത്തെ കയ്യിലും ഒന്ന് ഇടത്തെ കയ്യിലും, പിന്നെ സഞ്ചിയിലും കുറെ ലഡു. ആര്? ആനി രാജ, CPI-യുടെ നേതാവ്. ഡി രാജയുടെ പ്രിയ പത്നി. വയനാട്ടിലെ അരിവാൾ ചുറ്റിക നെൽക്കതിരിൽ മത്സരിച്ച LDF സ്ഥാനാർത്ഥി പാർലമെന്റിലേക്ക്. അവരിതിന്റെ കൂടെ ഉണ്ട്. ഈ അപകടം ഡൽഹിയിലും UP-യിലും ജാർഖണ്ഡിലും ബീഹാറിലും അല്ല,
നമ്മളെ തൃശ്ശൂരിലുണ്ട്. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ വോട്ടെത്രണ്ണം ചെയ്തു? അയാളെ സഹോദരൻ വേറെ മണ്ഡലത്തിൽ വോട്ടുള്ള ആൾ വന്ന് ചെയ്തു. നമ്മളെ മലപ്പുറം ജില്ലയിലെ ഒരു BJP സ്ഥാനാർത്ഥി അവിടെ പോയി വോട്ട് ചെയ്തു കൊടുക്കണം. അയാൾ ഇവിടെ വോട്ടുള്ള ആളാ. മലപ്പുറത്ത് വോട്ടുള്ള ആള് അവിടെ താമരക്ക് വോട്ട് ചെയ്തു പോന്നു. നമ്മള് തിരുമുറ്റത്തെത്തി. ആസാമിലെ വോട്ടർ പട്ടികയിൽ ലക്ഷക്കണക്കിന് ആളുകളെ നീക്കം ചെയ്തത് നഊദുബില്ല നമ്മുടെ കേരളത്തിലും വന്നു കഴിഞ്ഞു. ഇത് അവിടെയുള്ള കഥയല്ല. രാഹുൽ ഗാന്ധി അതിനാണ് പണിയെടുക്കുന്നത്. അതിന്റെ കൂടല്ലേ നിൽക്കേണ്ടത്. പക്ഷെ നിൽക്കുന്നില്ല. ഇങ്ങനെ വോട്ടിൽ അട്ടിമറി ഉണ്ടെന്ന് പരാതി പറഞ്ഞത് ലീഗും കോൺഗ്രസും മാത്രമല്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയോട് തോറ്റ സ്ഥാനാർത്ഥി സഖാവ് സുനിൽ കുമാർ. ആരാണ് അയാൾ? CPI. ഏത് CPI? CPM-ന്റെ കൂടെ കിടക്കുന്ന CPM-ന്റെ രാപ്പനി അറിയുന്ന CPI. എല്ലാവർക്കും ബോധ്യായി. ജനകീയ വിഷയങ്ങളിലല്ല രണ്ടാൾക്കും താല്പര്യം. നമ്മളെ ദുരിതം ചില്ലറ ദുരിതമൊന്നുമല്ല. നമ്മൾ രണ്ട് മുസീബത്താണ് താങ്ങി നിർത്തുന്നത്. രണ്ട് ദുരിതത്തിലൂടെ നമ്മൾ പോകുന്നത്. കലത്തപ്പത്തിന് തീയിട്ട പോലെ അടിയിലും മുകളിലും ചൂടാണ്. അടിയിലും മുകളിലും ചൂടാണ്. രണ്ടാക്കും പാർപ്പിടം, ശുചിത്വം, അതുപോലെ ഗതാഗതം, വ്യോമയാനം, ആഭ്യന്തര സുരക്ഷിതത്വം, ഇങ്ങനെയുള്ള പെൻഷൻ, ഇതിലൊന്നും താല്പര്യമില്ല. അവിടുത്തെ ആൾക്ക് എന്താ താല്പര്യം? മന്ദിർ, മസ്ജിദ്, ഹിജാബ്, മുത്തലാഖ്, വഖഫ്, ഏക സിവിൽ കോഡ്, CAA, NRC, ജനകീയ വിഷയങ്ങളല്ല. ഇവിടുത്തെ ആൾക്കോ കാഫിർ, മാഷാ അല്ലാഹ്, ഞാൻ എണ്ണണം എന്തെല്ലാം. രണ്ടും ചക്കിക്കൊത്ത ശങ്കരന. ഇപ്പൊ ആകെ ഒരു സുഖമുള്ള എന്താണെന്നറിയോ? നിങ്ങൾ രണ്ടു കൂട്ടരും ജാഥല്ല എന്നുള്ളൊരു സുഖമാണ്. കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ BJP-യും ജാഥ നടത്തും, CPM-ഉം ജാഥ നടത്തും. ഇതാ ഈ ഇരിക്കുന്ന കക്കാട്ട ജനങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, കോൺഗ്രസ് ഭരിക്കുമ്പോ CPM-ന് ഭാരത് ബന്ദ്, അഖിലേന്ത്യാ പണിമുടക്ക്, സെക്രട്ടേറിയറ്റ് വളയൽ, കലക്ടറേറ്റ് നീരൽ, എന്തെല്ലാം അസുഖമായിരുന്നു അറിയോ? അപ്പൊ അതൊന്നുമില്ല അല്ലേ? ആണവ കരാർ അറബിക്കടലിൽ, കിട്ടുന്നതൊക്കെ കടലിൽ കൊണ്ടിടായിരുന്നു. അവിടുത്തെ മീനൊക്കെ പോയി ഇവര് കൊണ്ടേട്ട കരാറുണ്ട്. എന്തെല്ലാം സമരം ഉണ്ടായിരുന്നു. ഇന്നതൊന്നുമില്ല. ഇന്ന് ഏതുമില്ലായിട്ടാ? നരേന്ദ്രമോദി എല്ലാം പത്രം വിറ്റു, റെയില് വിറ്റു, മരുന്ന് വിറ്റു. ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ പൊതുമേഖല, എന്തിന് BSNL വരെ എല്ലാം അവതാളത്തിലായിരിക്കുകയാണ്. സ്വകാര്യവൽക്കരണത്തിനെതിരെ ഒരു ഭാരത് ബന്ദ്, ഒരു അഖിലേന്ത്യാ പണിമുടക്ക്. ഇവർക്കൊന്നും അതിന് നേരമില്ല. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് കാട്ടിൽ താമസിക്കുന്ന ഒരു കുരങ്ങന്റെ രോമമെങ്ങാനും കാറ്റിന് പാറിപ്പോയാൽ കാടെവിടെ മക്കളെ, കൂടെവിടെ മക്കളെ എന്ന് ചോദിച്ചൊരു സഞ്ചിയും തോളിട്ട് നടന്നിരുന്ന കമ്മ്യൂണിസ്റ്റുകാരി ബുദ്ധിജീവികളെ ഒന്നും നമ്മളിപ്പോ കാണുന്നില്ല. റേഷനരിക്ക് 2 പൈസ. ഞാൻ പറയണ അക്കം ഓർമ്മ വേണം. 2 റുപ്യല്ല, 2 പൈസ കൂട്ടിയാൽ പന്തം കൊളുത്തി പ്രകടനമായിരുന്നു. ഒരു മഗ്‌രിബിന്റെ നേരത്ത് നമ്മൾ അങ്ങാടിക്കൊക്കെ ഇറങ്ങിയാൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ ജാഥ, നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ? അപ്പോഴാണ് നമ്മളറിയാം. അപ്പൊ അതൊന്നുമില്ല. അപ്പൊ ആ ഞെട്ടിക്കലൊന്നുമില്ല. എന്നാ നരേന്ദ്രമോദി ഇനി വല്ലതും വിറ്റ് തൊലക്കാണ്ട. ഡീസൽ, പെട്രോൾ വില, നിത്യോപയോഗ സാധനങ്ങളെ വില, ഇതൊന്നും ഇല്ലായിട്ടാണോ? ഇഷ്ടം പോലെ കാരണമുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു ജാഥ ഇല്ല. ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ നോക്കി, ദേശാഭിമാനി എടുത്തിട്ട് ഇവരുടെ അടുത്തുള്ള ഒരു പ്രതിഷേധം എവിടെങ്കിലും നടത്തിയോ തിരിയിട്ട് തെരഞ്ഞിട്ട് ദേശാഭിമാനിയിൽ ഒരു പ്രതിഷേധം കണ്ടില്ല. എന്നാ ഒരു ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു പ്രതിഷേധം. എന്താ പ്രതിഷേധം എന്നറിയോ? ഇങ്ങനെയാണ്: ആമസോൺ വനാന്തരങ്ങളിൽ പടർന്നു പിടിക്കുന്ന തീക്കാറ്റ് നിയന്ത്രിക്കാൻ കഴിയാത്ത ബ്രസീൽ ഗവൺമെന്റിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ ബ്രസീൽ എംബസിക്ക് മുന്നിൽ DYFI ധർണ നടത്തി. എങ്ങനെ? ഇവിടെ ഒന്നും തീയില്ല. ആമസോൺ വനാന്തരങ്ങൾ, ഇവിടെ ബ്രഹ്മപുരത്ത് തീയുണ്ടായി. ആ സോളാർ വിഷയത്തിൽ ആ ഫയൽ മാത്രം കത്തിരി തീയുണ്ടായി. അതൊന്നും വിഷയമല്ല. ഇവിടെ ഒന്നും ഒരു കാരണം, ഒരു ഹേതു കിട്ടായിട്ട് DYFI സഖാവ് റഹീമിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു ധർണ നടത്തി. എന്തിനറിയോ?
ആമസോൺ വനാന്തരങ്ങളിലെ തീക്കാറ്റ് നിയന്ത്രിക്കാൻ കഴിയാത്ത ബ്രസീൽ ഗവൺമെന്റിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചു. ബ്രസീൽ എംബസിക്ക് മുന്നിൽ ഈ കണക്കിന് പോയാല് ഡിവൈഎഫ്ഐയുടെ അടുത്ത പരിപാടി എന്താവും അറിയോ? BJP തന്നെയാണ് ഭരിക്കണമെങ്കിൽ അവരടുത്ത പരിപാടി കൃഷിക്ക് നാശമാകുന്ന രീതിയിൽ മഴ വർഷിക്കാത്ത കാർമേഘ പടലങ്ങളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ബുധൻ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നിവിടങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി ചൊവ്വയിൽ ഒരു കുത്തിയിരിപ്പ് സമരം ഡിവൈഎഫ്ഐ നടത്താനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അപ്പൊ ഈ സാധുക്കൾക്ക് വല്ല കഥയും കവായതി ഉണ്ടോ? രാജ്യം കത്തുകയാണ്, രാജ്യം അങ്ങേയറ്റത്തെ അവതാളത്തിലാണ്. നിങ്ങൾ ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കണ്ടേ? നിങ്ങൾ എന്ത് നിലപാടാണ്? നിങ്ങൾ വയനാട് രാഹുൽ ജയിച്ചപ്പോ, പ്രിയങ്ക ജയിച്ചപ്പോ പറഞ്ഞു പാണക്കാട്ടെ തങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും അടങ്ങുന്ന മുസ്ലിം വർഗീയവാദികളെ വോട്ട് കൊണ്ടാ ജയിച്ചത്. നിങ്ങൾക്കുണ്ടല്ലോ രണ്ട് എംപിമാര് തമിഴ്നാട്ടിൽ നിന്ന്. എങ്ങനെ ജയിച്ചത്? രാഹുൽ ഗാന്ധിയുടെ പിന്തുണ ഉണ്ട്. അപ്പൊ ഈ രാഹുൽ ഗാന്ധി ആരാ? വർഗീയവാദിയുടെ വോട്ട് കിട്ടിയാള്. ആ രാഹുലിന്റെ പിന്തുണാരിക്ക നിങ്ങൾക്ക് ഇല നക്കി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇല നക്കിയവന്റെ ചിറി നക്കി എന്നുള്ളത് ഞങ്ങൾ കാണുന്നത് അപ്പോഴാണ്. ഇതെന്തു രാഷ്ട്രീയ? ഇതെന്തു രാഷ്ട്രീയ? രാഹുല് വയനാട്ടില് ഹറാമാ, പക്ഷെ തമിഴ്നാട്ടില് ഹലാലാ. ചില സ്ഥലത്ത് സുന്നത്തും ചില സ്ഥലത്ത് കറാഹത്തുമാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു വ്യക്തത ഇല്ല. നമ്മൾ ഈ വാച്ച് നേരാക്കുന്ന കടയിൽ പോയ പോലെ, വാച്ച് നേരാക്കുന്ന കടയിൽ ഒരു കൃത്യ ടൈം ഉണ്ടാവില്ല. ചിലയില് 11:15, ചിലയില് 12:45, ചിലയില് 3 സൂചിയും കൂടി 6 തൂങ്ങിയിട്ട്, ചിലയിൽ ഒരൊറ്റ സൂചി ഉണ്ടാവില്ല. ആ കടക്കാരനോട് ചോദിക്കാൻ പറ്റുമോ ഇതെന്ത് ഏർപ്പാടാ? അതൊരു റിപ്പയർ കടയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ റിപ്പയർ കടയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. നിങ്ങളുടെ നിലപാടെന്താണ്? നിങ്ങള് ജമാഅത്തെ ഇസ്ലാമിയുടെ എന്നാ വിരോധം തുടങ്ങിയത്? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരിൽ പലരുണ്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോ സിമിയുടെ സംസ്ഥാന പ്രസിഡന്റായ പ്രൊഫസർ അബ്ദുൽ വഹാബ് 2 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു. കോഴിക്കോട്ട് മുനീറിനെതിരെ, മഞ്ചേരിയിൽ അബ്ദുറബിനെതിരെ. ഏത് സ്ഥാനാർത്ഥി? LDFന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ആർക്കെതിരെ? ലീഗിനെതിരെ. ആ നിങ്ങള് ഈ നാട്ടിൽ ആർക്കാണ് ഈ വിരോധം പഠിപ്പിക്കുന്നത്? തമിഴ്നാട്ടിലെ ആ പോസ്റ്ററുകളൊന്ന് കാണണം. അരിവാൾ ചുറ്റിക നക്ഷത്രം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി, ഒരു ചെറിയ ഫോട്ടോ, വലിയ ഫോട്ടോ ആയിരുന്നാ രാഹുൽ ഗാന്ധി പൊട്ടിച്ചിരിച്ചിരിക്കുക. ആ പോസ്റ്ററിൽ CPMന്റെ പോസ്റ്ററിൽ, CPMന്റെ അരിവാൾ ചുറ്റികളുടെ പോസ്റ്ററിൽ വലിയ ചിത്രം രാഹുൽ ഗാന്ധി, ചെറിയ ചിത്രം. ചെറിയ ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലേസ് ബോർഡിലൊക്കെ ജോക്കർ ഇരിക്കുകയെന്ന് തോന്നിപ്പോകും. അമ്മായിരത്തൊരു ചിത്രം. ഞാൻ ആലോചിക്കുകയാണ്, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എങ്ങനെ പിച്ച് ചീന്തണം? ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കെടുത്ത 1-ാം തീയതി മുതൽ ഇന്ന് വരെയും അന്നും ഇന്നും എന്നും ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെയാണ്. അത് അഭിമാനത്തിന്റെ നിപ്പാണ്. എന്നാ നിങ്ങൾ കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം, കോൺഗ്രസ് മുക്ത ഭാരതം, ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയിട്ട് കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞവര് ജയിച്ചൊന്ന് കരകയറാൻ, ഒന്ന് എണീറ്റ് നിൽക്കാൻ ആ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പിന്തുണച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്റെ ദേശീയ അംഗീകാരം വരെ ഇല്ലാതാകുമായിരുന്നു. ആ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോ ഈ പണിയെടുത്ത് വോട്ടർ പട്ടിക പഠിച്ചു പോകുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ഇതുവരെ അദ്ദേഹത്തിന്റെ കൂടെ പോയില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ എന്റെ സുഹൃത്ത് ഫൈസൽ ബാബു. ഈ ലോകനാഥ് ബെഹ്റയെ തരുമ്പോ തമിഴ്നാടിനോട് ചോദിച്ചിരുന്നു മോഡി ഈ മുതലിനാണ്ട് തരട്ടെ. തമിഴ്നാട് പറഞ്ഞു ആ ചരക്കിനെ കണ്ട് വേണ്ട. ബംഗാളിനോട് ചോദിച്ചു ഈ മുതലിന് അങ്ങോട്ട് തരട്ടെ. ബംഗാളിലെ മമത പറഞ്ഞു വേണ്ട. സിക്സർ അടിച്ചു വിട്ടു. എന്താ ഇരട്ടച്ചങ്കല്ല വേണ്ടത്? ഇരട്ടച്ചങ്ക് ഉണ്ടായിട്ടെന്താ? തമിഴ്നാട് വേണ്ടെന്ന് വെച്ച, പെണ്ണായ തമിഴ്നാട് വേണ്ടെന്ന് വെച്ച, ആ പെണ്ണായ ബംഗാൾ വേണ്ടെന്ന് വെച്ച, ആണായ തമിഴ്നാട് വേണ്ടെന്ന് വെച്ച ആ മുതലിനെ പിന്നെ ഏറ്റെടുത്തത് ആണും പെണ്ണുമല്ലാത്ത ഒരു ആഭ്യന്തര വകുപ്പാണ്. ഇവിടെയാണ് ഏറ്റെടുത്തത്. ഇരട്ടച്ചങ്ക് ഉണ്ടായിട്ട് കാര്യമില്ല.
ഇരട്ടച്ചങ്കുള്ള ആണായിട്ട് കാര്യമില്ല, നട്ടലുള്ള ഒരു പെണ്ണായാലും മതി എന്ന് മമത തെളിയിച്ചു. വല്ലാത്തൊരു കൗതുകം. ആ ലോക്നാഥ് ബെഹ്റ ഇന്ന് കേരളത്തിന്റെ പോലീസിലെ അമീറാണ് മക്കളെ. പേടിക്കണം, പേടിക്കണം. ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്ക് ക്ലീൻ ചീട്ട് കൊടുത്ത ഉദ്യോഗസ്ഥൻ ഫൈസൽ ബാബു അതവിടെ വിശദീകരിച്ചു. രമൺ ശ്രീവാസ്തവ ഇയാളുടെ ആരാണ്? ആഭ്യന്തര വകുപ്പിൽ പിണറായി വിജയന് വല്ല ഇൽമിന്റെ കുറവും വന്നാൽ ഉസ്താദ് അതിൽ ഉപദേശം നൽകാനുള്ള ഉസ്താദുൽ അസാത്തിന്റെ പേരാണ് രമൺ ശ്രീവാസ്തവ. ഇയാളെ നേർവഴിക്ക് നയിക്കാൻ ആരായി നേർവഴി? ഐ വാണ്ട് എ ഡെഡ് ബോഡി, മുസ്ലിം ബസ്റ്റാർഡ്സ്. തമ്മാടിയായ ഒരു മുസ്ലിമിന്റെ ഡെഡ് ബോഡി എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്റെ പൊന്നുമോൾ സിറാജുന്നീസയെ വെടിവെച്ചിട്ട കേസിലെ മുഖ്യപ്രതി. അയാള് പെൻഷൻ പറ്റി വീട്ടിൽ പോയി കമിഴ്ന്ന് കിടക്കേണ്ട ആളാണ്. അയാള് ഇന്ന് ഇതിന്റെ പിന്നിലാണ്. പിണറായി വിജയന് കൂടെ കൂടാൻ കുറെ ആളുകൾ പുതിയതാണിപ്പോ. കൂടെ കൂടാൻ കുറെ പുതിയ ആളുകൾ. നായർ സമുദായം തള്ളിക്കളഞ്ഞ ഒരുത്തൻ, ഈഴവ സമുദായം തള്ളിക്കളഞ്ഞ ഒരുത്തൻ, ഇങ്ങനെ എല്ലാരും തള്ളിക്കളഞ്ഞവനെ കൂട്ടിയിട്ട് ഇയാളങ്ങനെ പോവാണ്. എന്നിട്ട് പുകഴ്ത്താണ് ഇയാളെ പോലത്തെ ഒരു നല്ലവൻ. അബ്ദുൽ നാസർ മഅദനിയെ ഒരു തവണ പാണക്കാട്ട് തങ്ങൾക്കെതിരെ പറയാൻ കൊണ്ടുവന്നപ്പോ പറഞ്ഞെന്താ? മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഒരു മുതലിനെ കാണണമെങ്കിൽ ഇയാളെ നോക്കണം. നിങ്ങൾക്ക് പറ്റിയാൽ സ്വർഗീയം, അല്ലെങ്കിൽ വർഗീയം. ഉണ്ടില്ലേ? വലിയ അപകടകരമായ പോക്കാണ്. ഞങ്ങളെ MSFന്റെ കുട്ടികളെ നോക്കി SFIക്കാരൻ പറയാ, ആ ഇവരെ പേര് കണ്ടാൽ അറിയാം ഇവര് ഏതാ കോലം. നമ്മളിത് എവിടെ കേട്ടു മറന്നതാണല്ലോ. എവിടെ CAA NRC റാലി നടക്കുമ്പോ മക്കനെ ഇട്ട പെൺകുട്ടികൾ അലിഗഡ് ഓഫ് ക്യാമ്പസില് ജാഥ മുദ്രാവാക്യം വിളിച്ചിരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി പറഞ്ഞത്, ആ ഇവരുടെ ഈ കോലം കണ്ടാൽ അറിയാ ഇവര് ഏതാ ടീം. അതേ സ്വരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി സംസാരിക്കുന്നു. അതേ സ്വരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി സംസാരിക്കുന്നു. നിങ്ങൾ അറിയണം, അമീറും അസനും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നുള്ള ഭരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതാ. ഒരൊറ്റടിക്ക് കേരളത്തിന്റെ ചിത്രം മാറി, ഒരൊറ്റടിക്ക് മാറി. എന്താ ഞാൻ അത് പറയാൻ കാരണം? ഗോവിന്ദൻ മാഷ് ഈ ആഴ്ച പറഞ്ഞൊരു പുതിയതെന്താ അറിയോ? നാട്ടേരെ UDF അധികാരത്തിൽ വരും, അപ്പോ ഈ ലീഗായിരിക്കും ഭരിക്കുക, മുസ്ലിം ലീഗായിരിക്കും ഭരിക്കുക. ഞങ്ങൾക്ക് എന്തൊന്നും പറ്റൂല. ഞങ്ങളെ CH കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. തൊട്ടാൽ പൊട്ടുന്ന ആഭ്യന്തരം കൈയാളിയിട്ടുണ്ട്, ഇലക്കും മുള്ളിനും കേടുപറ്റാതെ. അന്ന് ഗണപതി ചെട്ടിയാരുടെ കട ആക്രമിക്കാൻ വന്നു തിരൂരിൽ. CHനെ വിവരം അറിയിച്ചു. കുറെ ആളുകൾ ഇവിടെ അക്രമം നടത്തുന്നു. CH പറഞ്ഞു മുഖം നോക്കാതെ നടപടിയെടുക്കണം. അടികിട്ടി. ചില ആളുകൾ പള്ളികളിലും മറ്റും പോയി ഒളിച്ചു. അവിടെ പോയി പോലീസ് കയറി അടിക്കാൻ പറഞ്ഞു. CH അടിച്ചു. ആ അടി കിട്ടുമ്പോ ചിലര് പറഞ്ഞു, പ്ലീസ് തല്ലല്ലേ, ഞങ്ങളൊക്കെ കോയാന്റെ ആളുകളാണ്. CHനെ വിവരം അറിയിച്ചപ്പോ CH പറഞ്ഞു, നിന്റെ ആളാന്ന് പറയുന്നവനെ 2 എണ്ണം അധികം കൊടുത്തു. ആ അടി കിട്ടിയപ്പോ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു മുദ്രാവാക്യം വിളിച്ചു, കോയാക്കാന്റെ ഭരണത്തിൽ ലീഗുകാരനും അടി കിട്ടി. ആ അടി കിട്ടിയ ലീഗുകാർ മറ്റൊരു പ്രകടനം നടത്തി, ഞങ്ങളെ കോയ ഞങ്ങളെ തച്ചാൽ നിങ്ങൾക്ക് എന്താ മാർക്സിസ്റ്റേ എന്ന് ചോദിച്ചു. ആ നാടായി നാട്. ആ CHനെ കേരളക്കര നീട്ടി വിളിച്ചത് CHM കോയ, CHM കോയ. C for Christian, H for Hindu, M for Muslim. CHM കോയ. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ, മതസൗഹാർദ്ദത്തിന്റെ കോയ. ഞങ്ങളെ ഈ നാട്ടിലെ ഹൈന്ദവര് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനൊരു അയ്യപ്പ സംഘമൊന്നും വെക്കണ്ട. പിണറായിക്ക് അത് ആവശ്യം ഉണ്ടാവും. നിങ്ങൾ തരാതരം പോലെയാണ് എല്ലാം. കണ്ടില്ലേ, അയ്യപ്പ സംഗമത്തിൽ വന്നു പിണറായി. എന്താ പാടിയത്? കല്ലും മുള്ളും കാലിക്കുത്ത്. കല്ലും മുള്ളും കാലിക്കുത്തോ അല്ല, കല്ലും മുള്ളും കാലിക്ക് മെത്തയിന്നാണ്. സ്വാമിമാര് ഒന്നുകിൽ ശബരിമലക്ക് പോണം, അല്ലെങ്കിൽ പോണോനെ കാണണം, അല്ലെങ്കിൽ പോയി വന്നവനോട് വിവരം ചോദിക്കണം.
ഇല്ലെങ്കിൽ ഈ എഴുതി തന്ന ചങ്ങായിനോട് ചോദിക്കണം ഇത് എവിടുന്ന് എഴുതിയെടുത്തെന്ന്. ഇയാൾ നോക്കി വായിക്കാണ് അല്ലേ? നമ്മക്കൊക്കെ പാടാൻ കഴിയും. പള്ളിക്കെട്ട് ശബരിമലക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തേ. എന്താ അവിടെ അങ്ങോട്ട് പോകുന്ന ആൾക്ക് കുറെ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് ചെരുപ്പിടാതെ ഒരു സ്വാമി പോകുമ്പോ അയാളെ കാലുമ്മേല് എന്ത് കുത്തിയാലും അത് കല്ലായാലും മുള്ളായാലും അതൊക്കെ ഒരു മെത്ത പോലെ സ്വീകരിച്ചു പോകുന്ന ഇയാൾക്ക് ഇതുമായി വല്ല ബന്ധവും വേണ്ടേ? ഇതുപോലെ പണ്ട് അച്യുതാനന്ദൻ സ്വലാത്ത് നഗറിൽ വന്നത്. ഇയാൾ സ്വലാത്ത് നഗറിൽ വന്നു അച്യുതാനന്ദൻ. എന്നിട്ട് അയാൾ സ്വലാത്ത് നഗർ ബാനർ കണ്ടപ്പോ മൈക്കിന്റെ മുമ്പിൽ പ്രസംഗത്തിന് സമയം കിട്ടിയപ്പോ അയാൾ പ്രസംഗിക്കുകയാണ്. ഈ സ്വലാത്ത് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അഹമ്മദാജി നഗർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മരിച്ചുപോയ ചങ്ങായിന്റെ പേരാണ് ഈ സ്വലാത്ത് നഗർ എന്നാണ് ആ സാധുവിന്റെ വിചാരം. ഇവർക്കെന്ത് സ്വലാത്ത് നഗർ, ഇവർക്കെന്ത് അയ്യപ്പ സംഗമം, കാട്ടുപോത്തിനെന്ത് ചങ്കരാന്തി, അബോക്കറിനെന്ത് അമാവാസി, മാർച്ചിറ്റുപാട്ടിക്ക് എന്ത് ശബരിമല. അവരിതിനോടൊന്നൊരു ബന്ധമില്ല. മതമല്ല 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 പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം, മതത്തിനല്ല പ്രശ്നം അല്ലേ? ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലുള്ളത് മനുഷ്യ രക്തം. മതമുണ്ടോ? ഇല്ല. മതമുണ്ടോ? ഇല്ല. കടാര നെഞ്ചിലിറക്കുമ്പോ, കടോര വേദന വിങ്ങുമ്പോ അയ്യോ എന്ന് വിളിക്കാതെ, അമ്മേ എന്ന് വിളിക്കാതെ, ഓംകാരം മുഴക്കാതെ, ലാ ഇലാഹ പാടാതെ ഇൻകിലാബ് വിളിച്ചവരെ, ഭയങ്കര ദർജയുള്ള കലിമത്തല്ലേ ഇൻകിലാബ് വിളിച്ചവരെ, അതുള്ളവന് മതത്തിനൊരു ബന്ധമില്ല. അവത് പാടിയാ ശരിയാവുക? അത് പാടിയാ ശരിയാവുക? അഖണ്ഡനാമ യജ്ഞം പിണറായി ഒന്നും ചെല്ലോ, ഞങ്ങൾ ലീഗിലുള്ളവർ ചെല്ലും. നിങ്ങൾക്ക് ഇതിൽ എന്താ ബന്ധം? ഇപ്പൊ സ്വലാത്ത് നഗറിൽ ഇയാൾ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാരും ആടുമ്പോ അച്യുതാനന്ദൻ വരുന്ന ആടിയുന്നു. അയാളെ പൊതുവേ ഒരു ആടുന്ന ആളാണ്. പക്ഷെ ആളുകൾ ആടിയപ്പോ ഇയാളും കൂട്ടത്തിൽ ആടി. അപ്പൊ അതിലിങ്ങനെ ചില ആളുകൾ ചെല്ലിയിരുന്നു. അറബിയിലുള്ളൊരു വിരുദുണ്ട്, അന്തൽ ഹാദി അന്തൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു. അപ്പൊ അച്യുതാനന്ദൻ എന്താ ആടിന്? ഒരാളിനോട് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, മൂപ്പര് പാടുന്നത് ചിലപ്പോ അന്തല്യാതി കുന്തല്യാതി ലീഗേരങ്ങനെ ചെയ്യാവോ, അതായിരിക്കും ആ സാധു പാടും. ആ സാധുവിന് എന്ത് പെയ്ത്ത്, എന്ത് വെറുതെ വരികയാണ്. ഇതിനോട് വല്ല താല്പര്യമുണ്ടോ? മതത്തോട് വല്ല ബന്ധമുണ്ടോ? ദൈവത്തിന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്ത 2 MLA-മാർ ഐഷ പോറ്റി മോനായി രണ്ടാളും താക്കീത് ചെയ്ത പാർട്ടിയാണ്. അവസാനം മരിക്കാൻ നേരത്ത് നമ്മൾ ആഗ്രഹം എന്താ ആഗ്രഹം? അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിന ഇൻദൽ മൗത്ത് ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു മുസൽമാന്റെ ആഗ്രഹം. ഒരു ക്രിസ്ത്യാനിയുടെ ആഗ്രഹം എന്താ? ഒരു ക്രിസ്ത്യാനിയുടെ ആഗ്രഹം അന്ത്യകൂദാശ സ്വീകരിക്കുക, രോഗീലേപനം നടത്തുക, സംസം വെള്ളം കുടിക്കുക എന്നൊക്കെ പറയല്ലോ. മത്തായി ചാക്കോ സഖാവ് തിരുവമ്പാടിയിൽ മരിക്കാൻ നേരത്ത് പള്ളിയിലച്ഛൻ ഓടി വന്നത് ഈ 2 ക്രിയകളും ചെയ്തപ്പോ ആ പള്ളിയിലച്ഛനെ പിണറായി വിളിച്ചു, നികൃഷ്ട ജീവി, ഞങ്ങളൊരു സഖാവിനെ നീ വഷളാക്കിയിരിക്കുന്നു. അപ്പൊ ക്രിസ്ത്യാനികൾ സടകുടഞ്ഞ് എണീറ്റു. എന്നിട്ട് പറഞ്ഞു, ഇയാൾ ഈ നികൃഷ്ട ജീവി എന്ന് വിളിച്ചത് ശരിയല്ല. പിണറായി ആഞ്ഞടിച്ചു. എന്താ പറഞ്ഞത്? പിണറായി പറഞ്ഞു, ആരായി ക്രിസ്ത്യാനി? യേശുവിൽ വിശ്വാസം, കീശയിൽ ആശ്വാസം. കളിയാക്കി. രൂപത എന്ന് പറഞ്ഞാൽ രൂപത പൈസ കൊണ്ടോന്നാണ് അതിന്റെ അർത്ഥം. എന്താ? പിണറായിക്ക് പൈസയാണ് വിഷയം. പിണറായിക്ക് പൈസയാണ് വിഷയം. എല്ലാറ്റിലും അങ്ങനെയാണല്ലോ. അപ്പൊ അതാ അയ്യപ്പന്റെ വിഗ്രഹം കാണാൻ പോകാത്ത ഒരവസ്ഥയ്ക്ക് പോവുകയാണ്. കൊടുത്തത് കാണാനില്ല. സ്വർണ്ണക്കടത്ത് വേറെ നടത്തി. സ്വർണ്ണക്കടത്ത് വേറെ നടത്തിയത് ഇവിടെ വേറെ ഉണ്ട്. അതിന്റെ പുറമെ ഇപ്പൊ ഈ താപ്പില് ആ അയ്യപ്പ സംഗമത്തിൽ പോയിട്ട് ഇയാള് അവിടെ നടത്തിയ ഏർപ്പാട് പോലെ ചർച്ചയായി മാറിയിരിക്കുകയാണ്. എന്താ അതിന് കാരണം? ഇയാൾക്ക് ഈശ്വരനിൽ ഒരു വിശ്വാസമില്ല, കോടീശ്വരനിൽ ഭയങ്കര വിശ്വാസമാണ്. അതാണിത് മുതല്. ഇയാൾക്ക് ഇതിലൊരു താല്പര്യമില്ല. അത് അയ്യപ്പ സംഗമം വെച്ചിരിക്കുകയാണ്. ശബരിമലയിൽ പ്രശ്നം പൊട്ടി പുറപ്പെടാൻ പോവുക. ഒരു തവണ ഉണ്ടായി. 3 പെണ്ണുങ്ങളെ കൊണ്ടുവന്നു. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ഇവിടുത്തെ സുന്നി പള്ളിയിൽ മുജാഹിദ് പള്ളിയും വ്യത്യാസമാണ്.
സുന്നി പള്ളിയിൽ പെണ്ണുങ്ങളില്ല, മുജാഹിദ് പള്ളിയിൽ സ്ത്രീകൾ പോകുന്നുണ്ട്. ഹൈന്ദവാചാര പ്രകാരം ആറ്റുകാൽ പൊങ്കാലക്ക് ആണുങ്ങളില്ല, പെണ്ണുങ്ങളെ ഉള്ളൂ. പുരുഷന്മാര് മാത്രം പോകുന്ന ചില ചടങ്ങുകൾ വേറെ ഉണ്ട്. കുപ്പായ ഇട്ട് പോകേണ്ടതുണ്ട്, കുപ്പായ ഇടാതെ പോകേണ്ടതുണ്ട്. പല ആചാരങ്ങളാണ്. ശബരിമലയിലോ 15 വയസ്സിന്റെ മുകളിൽ 55ന്റെ ഇടയിൽ സ്ത്രീകൾ പോകരുത്. എന്താ കാരണം? ആർത്തവ സമയങ്ങളിൽ 18ാം പടി കയറാൻ പാടില്ല എന്നുള്ളത് ഹൈന്ദവാചാര പ്രകാരം ഒരു നിയമ. നമുക്കുണ്ടല്ലോ ആ പ്രത്യേക ഘട്ടത്തിൽ നിസ്കാരം നിർബന്ധമില്ല, ഖളാ വീട്ടേണ്ടതുമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഖുർആൻ തൊടാൻ പാടില്ല, നോമ്പിന്. ഇതിനൊക്കെ നിഷ്കർഷത ഉണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു കൊടുത്തു പിണറായിക്ക്, ഇത് എല്ലാ മദാനിയായിക്കുണ്ട്. ആർത്തവ സമയങ്ങളിൽ പ്രത്യേകമായി ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുക്കണ്ട. പടച്ചോൻ പറഞ്ഞതാണ്, ക്ഷീണിക്കല്ലേ. പടച്ചോൻ എങ്ങനെ നിർബന്ധാക്കിക്കണമെങ്കിൽ ഒരു പെണ്ണ് അള്ളഹാനോട് പറയും, എന്റെ റബ്ബേ, ഞാൻ എത്ര ക്ഷീണിതയായിട്ടാണ് ഈ കിടക്കുന്നത്, ഈ സമയത്ത് നീ നിർബന്ധിച്ചെന്നെ നോമ്പ് ഒൽപ്പിച്ചല്ലോ, എന്ത് കണ്ണിൽ ചോരയില്ലാത്തവനാണെന്ന് അർഹമുർ റഹീമായ റബ്ബിനോട് ചോദിച്ചിട്ട് ഖാലിഖായ റബ്ബ് നേരത്തെ ഈ ലോകക്രമത്തിൽ തീരുമാനിച്ചതാ, നിർബന്ധമില്ല. ശബരിമലക്ക് പോകുന്ന പെണ്ണുങ്ങൾക്ക് 55ന് മുകളിൽ പ്രായം ചെന്നവർക്ക് പോകാം, നേരെ താഴെയുള്ള 15ന്റെ കീഴ്പോട്ടുള്ള കുട്ടികൾക്കും പോകാന്നുള്ളത് നിയമ. അപ്പൊ ഇവര് ചോദിക്കുക, ആർത്തവം എന്താ തെറ്റ്? അപ്പൊ നമ്മൾ പറഞ്ഞു അത് തെറ്റല്ല, പടച്ചോൻ പഠിച്ചപ്പോണ്ടായതാണ്, അത് പറ്റൂലല്ലോ. മാർച്ചിട്ട് പാട്ടിയെടുത്ത തീരുമാനം എന്താ അറിയോ? അവര് വെച്ചു ഒരു സമ്മേളനം, ആർത്തവ മഹാസമ്മേളനം. ഓന്റെ പോയത്തക്കാരെ, ഞാന് ഒരു പഴയ മാർച്ചിസ്റ്റേറിനോട് വെച്ച്, എന്തിനാ ഞങ്ങളെ പാർട്ടി ആർത്തവ സമ്മേളനം വെച്ചത്? അതിനാ സഖാവ് തമാശയായിട്ട് എന്നോട് പറഞ്ഞത് അറിയോ? ഞങ്ങളെ മുദ്രാവാക്യം എനിക്കറിയില്ലേ, രക്തപതാക സിന്ദാബാദ്. നമ്മളല്ലേ അതിനൊന്നിനെതിരല്ല, നമ്മളെല്ലാറ്റിനും അനുകൂലം. എന്തൊരു പാർട്ടി! നിങ്ങളറിയണം, 3 പെണ്ണുങ്ങളെ ചട്ടം കൂട്ടി കൊണ്ടുവന്നു. കനകദുർഗ, ബിന്ദു, രഹന ഫാത്തിമ. ആരാ ഈ രഹന ഫാത്തിമ? ചുംബന സമരത്തിൽ പങ്കെടുത്ത പെണ്ണ. ചുംബന സമരം നമ്മളൊക്കെ അവനാന്റെ മക്കളെ നാറ്റാൻ നേരമില്ലാതെ നടക്കുക. ഇയാള് ചുംബന സമരത്തിൽ പങ്കെടുത്ത ഒരു തറവാട്ട് പെടുന്നോള് ചെയ്യോ? ഒരു തറവാട്ട് പെടുന്നോള് ചെയ്യോ? കോഴിക്കോട് കടപ്പുറത്തും തിരുവനന്തപുരത്ത് കടപ്പുറത്തും നാട്ടുകാരെ മുഴുവൻ ഉമ്മ വെച്ച് നടന്ന ഒരു പെണ്ണൊരുത്തിക്ക് പോലീസ് വേഷം ആഭ്യന്തര വകുപ്പ് കൈമാറി. വത്സൻ തില്ലങ്കേരി നിയന്ത്രിച്ചു. 18ാം പടി കയറ്റി. 18ാം പടിയിലേക്ക് ഇരുമുടിക്കെട്ടുമായാ പോകേണ്ടത്. ഇരുമുടിക്കെട്ട്. ഇവൾക്ക് ഒരു മുടിക്കെട്ടേ ഉള്ളൂ, ഇരുമുടിക്കെട്ടില്ല. പോയി 18ാം പടിക്ക് വലിച്ചു കൊണ്ടുപോയി, നിർബന്ധിപ്പിച്ചു. അപ്പൊ നമ്മളെ KT ജലീൽ പറഞ്ഞു, ഇതുപോലെ എല്ലായിടത്തേക്കും പെണ്ണുങ്ങൾ പോകണം, സുന്നി പള്ളിയിലും പെണ്ണ് പോകണം. ഈ KT ജലീലും അവന്റെ ഉമ്മയും അവന്റെ ഭാര്യയും മക്കളൊക്കെ പോണത് ജമാഅത്തെ ഇസ്ലാമിയുടെ വളാഞ്ചേരി പള്ളിയിലേക്കാണ്. എന്റെ നാട്ടുകാരനാണ്. അപ്പൊ ജലീലിനറിയാം പെണ്ണുങ്ങൾക്ക് പോകാൻ അവിടെ പള്ളി ഉണ്ട്, കരുതി കൂട്ടി കുഴപ്പമുണ്ടാക്കിയെന്നെ. ഇപ്പൊ ശബരിമലയിൽ കുഴപ്പമുണ്ടായി, ലാത്തി ചാർജ് നടന്നു. മലക്ക് സാധാരണ പോണവര് പോയില്ല. വാഹനങ്ങൾ കുറഞ്ഞു, ഭണ്ഡാരത്തിലെ വരവ് കുറഞ്ഞു, ഹോട്ടലുകളിൽ അന്നപൂർണ വെജിറ്റേറിയനിൽ കച്ചവടം കുറഞ്ഞു. എന്താ കാരണം? ഇവര് അഖണ്ഡനാമ യജ്ഞം ചൊല്ലി ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് പോകുമ്പോ പ്രശ്നം. എന്റെ നാട്ടിൽ നിന്ന് സ്ഥിരമായി പോകുന്നുണ്ട് ഒരു അയൽവക്കത്തെ അമ്മയെടുത്തി. ആ കൊല്ലം പോകാൻ പറ്റില്ല, അവിടെ അടി പൊട്ടിന്ന് കേട്ടപ്പോ തള്ള പറഞ്ഞു, ഞാൻ ഈ കൊല്ലം പോണില്ല. അപ്പൊ എന്റെ എളീമ അമ്മയുടെ അനിയത്തി ആമിന താത്താന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അമ്മയെടുത്തി, ആമിനുമ്മേ ഇക്കൊല്ലം പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ TV ഇട്ടിട്ട് ശബരിമല ഒന്ന് കണ്ടു നോക്കി, ഭയങ്കര അടിയാണ്, കല്ലേറാ നടക്കണ. അപ്പൊ ആമിൻ താത്ത പറഞ്ഞു, അമ്മോ ബേജാറാകണ്ട, അത് ഞങ്ങള് മക്കത്ത് പോയാലും എറിയലുണ്ട്. അപ്പൊ എന്താ അതൊരു ഇബാദത്താന്നാണ് ആമിൻ താത്താന്റെ വിചാരം. ഞങ്ങള് മക്കത്ത് പോയാലും എറിയലുണ്ട്. നിങ്ങൾ ആരെ എറിയണേ? ഞങ്ങള് ശൈത്താനാണ്. നിങ്ങളോ? ഞങ്ങള് പോലീസുകാരാണ്. ഭയങ്കര പിന്നെന്താ അമ്മു അവിടെ ഒരു കൂട്ടര് ലാത്തി ചാർജ് അടക്കും, ഒരു കൂട്ടർ ഇങ്ങോട്ട് ഓടുന്നു, ഒരു കൂട്ടർ അങ്ങോട്ട് ഓടുന്നു. ആമിൻ താത്ത പറഞ്ഞു, ഞങ്ങളും പാച്ചിലുണ്ട് ഇതേപോലെ മക്കത്ത്. നിങ്ങൾ എവിടുക്കാ പായാണ്? ഞങ്ങൾ സഫായിൽ നിന്ന് മർവായിലേക്കും, മർവയിൽ നിന്ന് സഫായിലേക്കും. നിങ്ങളോ? ഞങ്ങൾ നിലക്കലിൽ നിന്ന് പമ്പയിലേക്കും, പമ്പയിൽ നിന്ന് നിലക്കലിലേക്കും.
എന്തൊരു കഥ, എന്തൊരു കഥ. മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ടുണ്ടായ ദുര്യോഗം. നന്നായി നടന്നിരുന്ന ശബരിമല, ഒരാള് ഹജ്ജിന് പോകുന്നതും മലക്ക് പോകുന്നതൊക്കെ ഒരു ആത്മശാന്തിക്ക് വേണ്ടിയാണ്. ഒരു ആത്മശാന്തിക്ക് വേണ്ടിയാണ് ആളുകൾ മലക്ക് പോകുന്നത്. അങ്ങനെ മലക്ക് പോകുമ്പോ ഈ അയ്യപ്പ ഭക്തന്മാര് പാടുന്നൊരു പാട്ടനുണ്ട്, അഖണ്ഡനാമയജ്ഞം. ഭൂതാനാഥ സദാനന്ദ സർവഭൂതദയാപര. പിണറായിക്കറിയോ ഇതിന്റെ അർത്ഥം എന്താ? ഈ സർവഭൂത 5 ഭൂതങ്ങളാ: ആകാശം, ഭൂമി, അഗ്നി, വായു, വെള്ളം. ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന, എല്ലാ ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ഭൂതനാഥൻ കണ്ടില്ലേ? എല്ലാ ഭൂതങ്ങളുടെയും നാഥനായ പടച്ചവനോട്, അവരുടെ ഭാഷയിലെ ദൈവത്തോട് അവർ പറയാ രക്ഷാരക്ഷ മഹാഭാവോ, രക്ഷ മഹാഭാവോ. വലിയ കൈകളുള്ള രക്ഷ നൽകുന്നവൻ. ആരാ വലിയ കൈകൾ? നല്ല സദഖ ചെയ്യുന്നവനെ പറ്റി നമ്മൾ പറയും അയാൾ കൈ നീളുന്ന ആളാണ്. എല്ലാ ആളുകൾക്കും കരുണ ചെയ്യുന്ന, സഹായിക്കുന്ന പടച്ചവനെ കുറിച്ചു അല്ലേ? ശാസ്ത്രേ തുഭ്യം നമോ നമ. എന്താ? ശാസ്താവേ, നിന്നെ ഞങ്ങൾ നമിക്കുന്നു. അങ്ങനെ ആത്മശാന്തിക്ക് മാലയണിഞ്ഞ് കറുപ്പ് തുണിയെടുത്ത് അഖണ്ഡനാമയജ്ഞം ചൊല്ലി ശബരിമലയിലേക്ക് പോകുന്ന ആ വിഷയത്തിൽ കയറി കളിച്ചപ്പോ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എല്ലാ ആരാധനാലയങ്ങളിലും എല്ലാരും പോണം. കാരണം അവിടെ അടിപൊട്ടി അറിഞ്ഞപ്പോ കോടിയേരിക്ക് മനസ്സിലായി എല്ലാ പള്ളിക്കും അമ്പലത്തിക്കും പോയാൽ അടിപൊട്ടും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താ ഛേദം? മാർക്സിസ്റ്റ് പാർട്ടിക്ക് പള്ളിയല്ല പ്രശ്നം, പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായിരം. അതാണ്. പള്ളിയിൽ അടിപൊട്ടിയാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് റാഹത്താണ്. എന്നാ വിശ്വാസിക്കോ ഒരു റാഹത്തുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴാ ബേജാറ്? ഷാപ്പിൽ അടിപൊട്ടിയാലാണ്. അവർക്ക് പള്ളിയിലും അമ്പലത്തിലും അടിപൊട്ടിയ ബേജാറില്ല. അപ്പൊ KT ജലീൽ വന്നു. KT ജലീൽ വന്നിട്ട് പറഞ്ഞു സുന്നി പള്ളിയിലും പെണ്ണു പോണം. എന്താ ഉണ്ടാകുക? ഇപ്പൊ ഇവിടുത്തെ സുന്നി പള്ളിയിൽ അബോക്കരാജ് സുബൈക്ക് വരികയാണ്. അപ്പോഴാണ് ഒരു മൈമൂന മാക്സി ഇട്ടിട്ട് ആവുന്നു കിടക്കങ്ങനെ അസ്സലാമു അലൈക്കും വിള്. അയാൾ എന്താ ചെയ്യാ? അയാൾ അവിടെ ഔന്നും കിടക്കുള്ള ഉള്ളത് എടുത്തിട്ട് പേറൂലേ? കാരണം എന്താ? സുന്നി ആചാരപ്രകാരം ഒരു പെണ്ണ് അവിടെ വരാൻ പാടില്ല. അപ്പൊ ജലീലിന്റെ ബുദ്ധി ഒന്നും കൂടി മാർക്സിസ്റ്റ് പാർട്ടി കലക്കിയെടുത്ത് അരിച്ചെടുത്തപ്പോ ജലീലിനെ കൊണ്ട് പ്രസ്താവന ഇറക്കിച്ചു. എന്താണെന്നറിയോ? എല്ലാ പള്ളിയിലെയും ബാങ്ക് വിളി പെണ്ണാകണം. അപ്പൊ എന്താ? അത് മുജാഹിദും കൊള്ളാവും. എന്താ ബാങ്ക് വിളി പെണ്ണ? ഏതെങ്കിലും ഉണ്ടോ? മക്കത്തുണ്ടോ? മദീനത്തുണ്ടോ? മൊറാക്കോയിലുണ്ടോ? എവിടെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഈജിപ്തിലുണ്ടോ? ഖൈറോയിലുണ്ടോ? ഏതെങ്കിലും നാട്ടിലുണ്ടോ പെണ്ണ് ബാങ്ക് കൊടുക്കല്? ജലീൽ പറയാ എല്ലാ പള്ളിയിലെയും ബാങ്ക് പെണ്ണാണ്. ബാങ്ക് പെണ്ണായാൽ എന്താ? ബാങ്ക് പെണ്ണായ നാട്ടുകാരൊക്കെ പാടെ പള്ളിയിലേക്ക് വരും. എല്ലാരും കൂടി ഒന്നാമത്തെ സഫിൽ നിൽക്കും. ഇടങ്ങറായില്ലേ? ആരോടെ? മുജാഹിദ് പള്ളിയിൽ നല്ല നിയന്ത്രണത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായി ഒരു മറക്കപ്പുറത്ത് അവരുടെ വിശ്വാസം. അങ്ങോട്ട് പോണവർക്ക് പോകാം, ഇങ്ങോട്ട് പോണവർക്ക് പോരാ. അതല്ലേ ഇന്ത്യ. സുന്നിക്ക് സുന്നി, മുജാഹിദിന് മുജാഹിദ്, ഇങ്ങനൊക്കെ ആയി ജീവിക്കാൻ ഈ നാട്ടിൽ അവകാശ അധികാരം ഉണ്ടല്ലോ. അവിടെ കയറി അവിടെയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് മതരംഗം എങ്ങനെയെങ്കിലും കലുഷിതാക്കണം. അതിനാണ് ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. എന്താ പറഞ്ഞറിയോ ഗോവിന്ദൻ മാഷ്? അടുത്ത ഭരണം UDF-ന്റെ കയ്യിൽ കിട്ടിയാൽ ലീഗായിരിക്കും ഭരിക്കുക. അത് ആരെ സൂചിപ്പിക്കാനാ? ആരെ? ചാനലുകാര് പറയുന്നു ഇവിടുത്തെ ഹൈന്ദവരെ ഉന്നം വെച്ച. പക്ഷെ ഹൈന്ദവര് പൊട്ടന്മാരല്ല. എന്ത് വെള്ളാപ്പള്ളി സുകുമാരൻ നായർ കുലുങ്ങിയാലും അയ്യപ്പ സംഗമത്തില് നിങ്ങളെ ഏൽപ്പിച്ച ഭക്ഷണം കുപ്പയിൽ കൊണ്ടുപോയി കൊട്ടേണ്ടി വന്നു. എന്താ കാരണം? ഈ നാട്ടിലെ ഹൈന്ദവർ പ്രബുദ്ധരാ. ഈ നാടേതാ? ശ്രീ ശങ്കരന്റെ നാടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മനാടാണ്. ഇവിടെ മാലിക് ദീനാറും അനുയായികളും കടന്നു വന്നപ്പോ അവർക്ക് കുടിക്കാൻ പാല് കൊടുത്ത ഹിന്ദു, അവർക്ക് കിടക്കാൻ പായ കൊടുത്ത ഹിന്ദു. അവരൊക്കെ എത്ര സ്നേഹത്തിലാ കഴിയുന്നത്. മങ്ങാട്ടച്ചൻ എന്ന പേര് കേൾക്കുമ്പോ കുഞ്ഞായി മുസ്ലിയാരുടെ പേര് ഓർമ്മ വരുന്ന നാട്. കോന്തു നായർ, മമ്പുറം തങ്ങളുടെ പേര് കേൾക്കുമ്പോ കോന്തു നായരുടെ പേര് ഓർമ്മ വരുന്ന നാട്. ചന്ദനപ്പൊട്ട് ധരിച്ച ചന്ദ്രൻ, നിസ്കാര തഴമ്പുള്ള നിസാർ അഹമ്മദ്, കുരിശു ധരിച്ച കുര്യാക്കോസ്,
എല്ലാം ഈ നാടിന്റെ മക്കൾ ഒരേ ഞെട്ടിയിലെ പൂക്കൾ, ഓംകാര വിളികളും ഓശാന പാട്ടുകളും ഓത്തുപള്ളികളും നിറഞ്ഞ കേരളക്കര. അവിടെ കർക്കിടക മാസത്തിലെ രാമായണവും ഡിസംബർ മാസത്തിലെ ബൈബിളും റമദാൻ മാസത്തിലെ ഖുർആനും അന്തരീക്ഷത്തിൽ മുഖരിതമാകുന്ന മണ്ണ്. ഇവിടെ ജാതിയും അതൊന്നും നോക്കിയിട്ടല്ല വോട്ട് ചെയ്യാ. ഗുരുവായൂരിൽ PKK ബാബ മത്സരിച്ചപ്പോഴാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോണിച്ചിഹ്നം, ദൈവമേ ലീഗ് പരാജയപ്പെടരുത് എന്ന് പറഞ്ഞൊരു ഹൈന്ദവൻ നേർന്നതായിരുന്നു. അതാണ് കേരളം, അതാണ് കേരളം. ഇപ്പൊ ഞമ്മക്ക് 2 MLA-മാരുണ്ട്. ആരാ? കാസർകോട്ടുന്ന് എന്നെ നെല്ലിക്കുന്ന് AKM അഷ്റഫ്, നേരത്തെ ചെർക്കളം CT അഹമ്മദ് അലി, പിന്നെ റദ്ദുച്ച അല്ലേ. ഒന്നും ഇവര് മത്സരിക്കണ മണ്ഡലം ഞങ്ങൾക്ക് അറിയാം, കക്കാട്ട ജനങ്ങളോടെ അറിയാം. അപ്പൊ കണ്ണൂരിൽ നിന്ന് പറയാണ് അവരെ മണ്ഡലത്തിന്റെ പ്രത്യേകത 65% ഹൈന്ദവരാ. 65%, ഞാൻ പറയണ അക്കം ഓർമ്മ വേണം. 65% ഹൈന്ദവര്, 100-ൽ ബാക്കി എത്ര? 35. അതിന് INL പോണം, PDP പോണം, സുഡാപ്പി പോണം, AP പോണം, സൂപ്പി പോണതൊക്കെ കീച്ച അവസാനം ആറ്റി കുറിക്കുക. എത്ര ഒരു പോങ്ങ കിട്ടൂല. ഇനി 35 ആള് ഒന്നാകെ വോട്ട് ചെയ്താൽ ലീഗ് ജയിക്കൂല. കാരണം 65 ഇപ്പുറത്തുണ്ട്. അറിയണോ? അവിടെയാണ് പാണക്കാട്ട് തങ്ങൾ കരിഞ്ഞരുളിയ കോണിയില് 10,000-ന്റെ ലീഡ്. ആരേറ്റ മത്സരം എന്നറിയോ? അരിവാളിനേറ്റല്ല, ഹിന്ദു ബെൽറ്റിൽ താമരയെ തോൽപ്പിച്ചാണ് മുസ്ലിം ലീഗിന്റെ ചുണക്കുട്ടികള് ഇപ്പോഴും നിയമസഭയിൽ. അപ്പൊ അവിടുത്തെ ഹിന്ദുവിനെ സമ്മതിക്കണ്ടേ? 65% ഹൈന്ദവര്, നമ്മൾ ഈ 35-14 അവിടെ വോട്ടെണ്ണുമ്പോ 10,000 ലീഡ്. എന്തിന്? ലീഗിന്റെ കോണിക്ക്. മുസ്ലിം നമ്മളെ ഈ പച്ചക്കൊടി കേരളത്തിൽ പാറുന്നത് മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ പിന്തുണയൊന്നുമല്ല. ധാരാളം ആൾക്കാർ ഇപ്പോഴും ലീഗിനെതിരുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ പച്ച പതാകയോടുള്ള എതിർപ്പ് കൊണ്ട് പച്ചയില കറി വെച്ചത് വരെ കൂട്ടാത്ത ഒരു മുസ്ലിം സമുദായത്തിലുണ്ട്. അവിടെയാണ് ഇവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കൾ തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന മട്ടിൽ മുസ്ലിം ലീഗിനെ പോറ്റുന്നത്. നമ്മൾ ഒരുപാട് പരീക്ഷിച്ചു, ആളെ മാറ്റി നോക്കി. തിരൂരങ്ങാടിയിൽ ക്രിസ്ത്യാനിയായ ആന്റണിയെ നിർത്തിയവരാ ഞങ്ങളെ കണ്ടു പഠിക്ക്. നിങ്ങൾ പൊന്നാനിയിൽ അഡ്വക്കേറ്റ് കൊളാടി ഗോവിന്ദൻകുട്ടി മേനോനെ നിർത്തിയിട്ട് ബനാത്തുവാലക്കെതിരെ എഴുതിയ ചുമരെഴുത്ത് എന്താണെന്നറിയോ? ഹിന്ദു വോട്ട് ഹിന്ദുവിന്, ഹിന്ദു വോട്ട് ഹിന്ദുവിന്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, ഈ തെരഞ്ഞെടുപ്പ് കോഴിക്കോട് പോയിക്കണ ഞങ്ങള്, അവിടെ ഉണ്ട് ഒരു പോസ്റ്റർ, കരീം ക. ആരാത്? അമ്മായി തക്കാരാ. തെരഞ്ഞെടുപ്പ് കരീം ക, സഖാവ് എളമരം കരീം. അപ്പൊ എന്താ? കരീമിനെ ക എന്ന് പറഞ്ഞാൽ കുറച്ച് വോട്ടിട്ടു. അതിന് എഴുതുന്ന കരീം ക. തിരുരങ്ങാടിൽ ഞങ്ങൾ ചെയ്ത പണി എന്താ അറിയോ? ബാബരി മസ്ജിദ് പൊളിച്ച സമയം, ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്ന സമയത്ത് എന്റെ പൊന്നുതങ്ങൾ, എന്റെ കരളിന്റെ കഷ്ണമായ ശിയാബ് തങ്ങള് കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി ആലോചിച്ച് കേരളത്തിന് കരുണാകരൻ മാറിയിരിക്കുന്നു, ഇനി ആന്റണിയാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നു, ഒരു പുതിയ മണ്ഡലം കാണണമല്ലോ. തങ്ങൾ പറഞ്ഞു നമുക്ക് കൊണ്ടുവിടുന്നാലോ, കാരണം അവിടെ ഒരു ഒഴിവുണ്ടായിരുന്നു. തിരൂരങ്ങാടിയിൽ നമ്മുടെ ആള് മരിച്ച സമയത്ത് അല്ലെ, ആ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു ഒഴിവുണ്ടായിരുന്നു. തിരൂരങ്ങാടി ഉപതെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുകയാണ്. താങ്കൾ പറഞ്ഞു നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പരീക്ഷണം വേണ്ട, ഇവിടെ നിർത്താറ്. എഴുതി പിറ്റേ ദിവസം പത്രം, കുഞ്ഞാലിക്കുട്ടി പാണക്കാട്ട് തങ്ങളെ സോപ്പടിച്ച് കോൺഗ്രസിന് ഈ സീറ്റ് വിറ്റിരിക്കുന്നു, ലീഗിന്റെ സീറ്റ്. TK ഹംസ ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയ പോലെ ഇറങ്ങി. TK ഹംസ പറഞ്ഞു ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ, ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ എന്ന് പറഞ്ഞ എന്താ മലയാളം? മാപ്പിളാര് കൂടുതലുള്ളവർക്ക് അച്ചായനോന്ന്. ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ. ദേശാഭിമാനി എഴുതി കാത്തു സൂക്ഷിച്ച ലീഗിന്റെ മണ്ഡലം കാക്ക കൊത്തിപ്പോകും. എന്താ ചിഹ്നം? കൈപ്പത്തി.
അബ്ദുൽ നാസർ മഅദനി ഇറങ്ങി. പള്ളി പൊളിച്ച കൈപ്പത്തിയാണ് മക്കളെ. ആര്? അബ്ദുൽ നാസർ മഅദനി. അപ്പോ ഇയാളൊരു വക, ഹംസാക്കേണ്ടത് ഒരു വക. എന്നിട്ട് നിർത്തിയ എതിർ സ്ഥാനാർത്ഥിയോ എന്നെ കരീം, വേറൊരു കരീം ചരിത്രകാരൻ. എന്നിട്ട് പറഞ്ഞു മമ്പുറം തങ്ങളുടെ മണ്ണിലിതാ അദ്ദേഹത്തിന്റെ സമുദായത്തിലെ ഒരാൾ ഇടതുപക്ഷം പ്രചരണം നടത്തി. നമ്മള് ഇതുവരെ കോണിക്ക് വോട്ട് ചെയ്ത തള്ളാരക്ക് ഉമ്മമാർക്ക് ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ, അതും അബ്ദുൽ നാസർ മഅദനി പറയും ഏതാണ് കൈമക്കളെ? പള്ളി പൊളിച്ച കൈ. ആ സമയത്ത് കുടുംബയോഗം കഴിഞ്ഞു വരുന്ന വല്യമ്മമാര് ഒട്ടുമുറം കടപ്പുറത്തുനിന്ന് പരപ്പനങ്ങാടി ഇങ്ങനെ നടന്നു വരുമ്പോ ചാനലുകാർ അന്ന് പ്രസവിച്ചിട്ടില്ല. ഈ ഫിത്തനയുടെ ടവർ എവിടെയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് മാതൃഭൂമി പത്രക്കാരൻ ഒരു കടലാസ് എടുത്ത് വന്നിട്ട് കുടുംബയോഗം കഴിഞ്ഞു വരുന്ന കറുപ്പ് സൂപ്പെടുത്ത വെള്ളക്കാച്ചി എടുത്ത വല്യമ്മാനെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, അല്ല വല്യമ്മ, ഒരു സെക്കൻഡ്, ഈ ഇത്രയും കാലം ഈ ഏണിക്ക് കോണിക്ക് മാത്രം, എങ്ങനെ മോനെ, ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാ ഈ കൈപ്പത്തിക്ക് ചെയ്യാ? നല്ല ചോദ്യം. ആ വല്യമ്മ നിലത്ത് കുനിഞ്ഞിട്ടൊരു കൊള്ളി കഷ്ണം, ഒരു മരക്കൊള്ളിയുടെ കഷ്ണം എടുത്തിട്ട് പറഞ്ഞ് മാതൃഭൂമിക്കാരനോട്, ഇടാ മോനെ, ഇതാണ് ചിഹ്നം എന്ന് പാണക്കാട്ട കുട്ടികൾ പറഞ്ഞാൽ വോട്ട് ഇതിമുണ്ടാവും, ചലക്കാതെ പോടാ. ആരോടാ പറഞ്ഞത്? പത്രക്കാരനോട്. അതാണ് ലീഗിന്റെ തള്ള. എന്നിട്ടേ ഞങ്ങളെ മക്കളെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളെ MSFന്റെ കുട്ടികൾ ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CHന്റെ സർവകലാശാലയിൽ രാജകീയ പ്രൗഢിയോടുകൂടി MSFകാരി രാജാത്തിയായിരിക്കുന്നു. എവിടെയാ? അറബിക്കഥയിലെ രാജകുമാരനെ പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ അരങ്ങ് അടക്കി വാണ ആ രാജപ്രതാപി എന്റെ പൊന്നു CHന്റെ സർവകലാശാലയിൽ MSFകാരി രാജാത്തിയായി മാറിയിരിക്കുന്നു. നിങ്ങള് ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ എന്ത്? UDF എന്നാ ലീഗ് ഭരിക്കും. എന്താ ഞങ്ങള് നികുതി തരണുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റൂലേ? ഞങ്ങളെ CH ആഭ്യന്തരമന്ത്രി ആയതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ജാതി പറയാൻ എവിടെയും സമ്മതിച്ചില്ല. CH പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തപ്പോ ചേറ്റുവ പാലം നിർമ്മിക്കാൻ കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, എന്താ നിവേദനം? CH ചോദിച്ചു, എന്താ പ്രത്യേകത? ഈ പാലം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം, ഇത് വന്നാൽ സമുദായത്തിന് വലിയ രക്ഷയാണ്. എന്റെ പൊന്നു CH പൊതുമരാമത്ത് മന്ത്രി CH പറഞ്ഞു, മക്കളെ, സമുദായത്തിന് വമ്പിച്ച രക്ഷയുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന പാലം, സോറി, അത് ഈ പാലമല്ല, അത് സിറാത്ത് പാലമാണ് എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ച എന്റെ പൊന്നു CH. ജാതി പറയാതെ മതം പറയാതെ ഞങ്ങൾ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. ഇപ്പൊ നിങ്ങൾ പറയാൻ ഞങ്ങൾ ഭരിച്ചല്ലപ്പോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഹിന്ദുക്കളെ ശ്രദ്ധിക്കണേ, ഏതായി ഭരണം എന്നറിയാ? ആരാ ഭരണറിയാ? BJP അല്ല, RSS അല്ല, മാർക്സിസ്റ്റ് പാർട്ടി പറയാ. കുഞ്ഞൂഞ്ഞും കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നുള്ള ഭരണം. ഉണ്ടോ? അപകട. ഇപ്പൊ എന്താ പറഞ്ഞത്? അമീറും അസനും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നുള്ള ഭരണം. നിങ്ങൾക്കറിയോ? ഈ വെള്ളാപ്പള്ളിക്കും ഈ നായർക്കും അറിയോ? ഇവിടെ ഒരു മുദ്രാവാക്യം ഉണ്ട് പഴയത്, ഞാൻ പാടട്ടെ. മന്നം പട്ടം ശങ്കർ ചാക്കോ, മന്നം പട്ടം ശങ്കർ ചാക്കോ, തങ്ങൾ ജിന്ദാബാദ്. പഴയ ആൾക്കാർക്കറിയാം. മന്നം പട്ടം ശങ്കർ ചാക്കോ, തങ്ങൾ ജിന്ദാബാദ്. മന്നത്ത് പത്മനാഭൻ, R ശങ്കർ, പട്ടം താണു പിള്ള, PT ചാക്കോ. ഈ രാജ്യത്ത് ഒരു കാലഘട്ടത്തിന്റെ കുത്തുബും വലിയുമായി ജീവിച്ച് ഇന്ന് പരിശുദ്ധമായ ജന്നത്തുൽ മുഹല്ലയിൽ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന എന്റെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. ആ മുദ്രാവാക്യം കേരളത്തിന് മറക്കാൻ പറ്റുമോ? നിങ്ങൾ ഞങ്ങൾക്കാ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ പറയണേ? നിങ്ങളെ പേര് കണ്ടാൽ അറിയാം. ആഹാ, ദ്രാവിഡ മുന്നേറ്റ കഴകം, സ്റ്റാലിന്റെ പാർട്ടിയാ. ദ്രാവിഡന്മാരുടെ മുന്നേറ്റ, വർഗീയ. ജാർഖണ്ഡ് മുക്തി മോർച്ച, ജാർഖണ്ഡുകാരുടെ മുക്തിയാണ് അവരെ മുറാദ്. വർഗീയ എന്ന് പറയാൻ പറ്റുമോ? എന്താ കാരണം? ജാതിപ്പേര്. എന്നാ ചോദിക്കട്ടെ, ഒരു മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ആര്? നമ്പൂതിരിപ്പാട്. വർഗീയാണോ? അല്ല. ജാതിപ്പേരിട്ടാൽ വർഗീയമാണെന്ന് ഞങ്ങൾ പറയൂല.
ആ പേരിൽ മാത്രം നിങ്ങൾ അറിയപ്പെട്ടിട്ടുണ്ട്. പേരാണോ വർഗീയത തീരുമാനിക്കുന്നത്? ഒരിക്കലുമല്ല. പേരാണോ വർഗീയത തീരുമാനിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ BJP വർഗീയല്ല. 3000 പള്ളിയുടെ ലിസ്റ്റാണ്. ബാബരി മസ്ജിദ് പൊളിച്ചു, ഇനി മധുര പള്ളി, മമ്പുറം പള്ളി ആ ലിസ്റ്റിലുണ്ട്. എന്താ BJPയുടെ പേര്? പ്രവൃത്തി മൊത്തം പോക്കാം. പേരെന്താ? ഭാരതീയ ജനതാ പാർട്ടി. ഭാരതത്തിലെ ജനങ്ങളെ പാർട്ടിയാണ്. പേരിൽ വർഗീയത ഉണ്ടോ? അല്ല. അതുകൊണ്ട് വർഗീയല്ല എന്ന് പറയോ? പറയൂല. RSS പേരിൽ എന്താ? രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. എന്താ മുദ്രാവാക്യം? മുസൽമാനോം കി ദോ ഹിംസ്ഥാൻ, പാകിസ്ഥാൻ യാ ഖബർസ്ഥാൻ. മുസൽമാന് 2 സ്ഥാനേ ഉള്ളൂ, ഒന്നുകിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബർസ്ഥാൻ. എന്താ പേര്? RSS. എന്താ ഫുൾ ഫോം? രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. രാഷ്ട്രത്തെ സ്വയം സേവിക്കാനായി ഇഖ്ലാസോടും തഖ്വയോടും കൂടി ഇറങ്ങിയ കൂട്ടക്കാർ. വർഗീയമല്ലെന്ന് പറയാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാവുക? പേരല്ല, പ്രവർത്തനാണ്. നിങ്ങൾ എത്ര പറഞ്ഞു ഇസ്ലാമിക ശരീഅത്ത് കാലത്തിന്റെ കൂലംകുത്തി ഒഴുക്കിൽ ഒലിച്ചു പോകും. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് 2 പെണ്ണ് കെട്ടാൻ അള്ളാഹ് പറഞ്ഞാൽ ആ അള്ളാഹ് നമുക്ക് വേണ്ട. ഇസ്ലാമിക ശരീഅത്ത് മുസ്ലിം പെൺകുട്ടിയെ ലൈംഗിക വൃത്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന കാടൻ നിയമം ആര്? അച്യുതാനന്ദൻ. എത്ര വേദനിപ്പിച്ചു! 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതക്കാർ ദേശീയ പാതയിലെ സമരം നടത്തിയ ഞങ്ങളോട് എന്തിനാ? അനിൽകുമാർ സഖാവ് പറയാണ്, മലപ്പുറത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ നേട്ടം മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടം മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള നേട്ടമാണ്. ഹിജാബ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു സബ്ജക്റ്റാണ്. തട്ടം മാറ്റുവിൻ ചട്ടങ്ങളെ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പാട്ടുണ്ടായിരുന്നു, അത് മാറിയിപ്പോ. ഇപ്പൊ മാറ്റുവിൻ തട്ടങ്ങളെ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പുതിയ പാട്ട്. മുന്നണിക്ക് എടുക്കാൻ വരെ മതം പറഞ്ഞവരങ്ങള്. ഈ INL എത്ര കാലായി ഇടത് മുന്നണിക്ക് എടുത്തോ? INL ഉണ്ടാക്കി എത്ര കാലം നടന്നു? കൊറോണ വരുന്നതിന്റെ മുമ്പ് 30 കൊല്ലം ക്വാറന്റൈനിലായിരുന്നു INL. ആ INL-നെ ഈടക്കെടുത്താ എടുത്തത്. സേഠ് സാഹിബിന് എന്താ എടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോ അന്ന് നിങ്ങൾ ദേശാഭിമാനിയിൽ എഴുതിയത് സേഠ് ഇപ്പോഴും ശരീഅത്തിന്റെ ആളല്ലേ. അതാണ് ഒരു കുഴപ്പം. കേരള കോൺഗ്രസിന് എന്താ എടുക്കാത്തത്? അവർ പള്ളിക്കാരെയും പട്ടക്കാരെയും തള്ളി പറയണം. നോക്കണേ, പള്ളിക്കാരെയും പട്ടക്കാരെയും തള്ളി പറഞ്ഞാലേ ഇവരെടുക്കൂ. എന്നാ ഇവർക്കും മതമുണ്ട്. എവിടെ? ഓല ആവശ്യത്തിന്. അതേതാ? ചന്ദ്രശേഖരനെ കൊല്ലണം. അപ്പോഴോ 10 റുപ്യക്ക് മാഷാ അല്ലാഹ് എന്നുള്ള സ്റ്റിക്കർ പീടിയെന്ന് വാങ്ങാം. എന്നിട്ടോ ഇന്നോവ ഒട്ടിക്കുക. എന്നിട്ട് പറയാ മുസ്ലിം തീവ്രവാദികളാ കൊന്നത്. പിറ്റേ ദിവസത്തെ ദേശാഭിമാനി എഴുതിയത് എന്താ അറിയാ? വള്ളിക്കാട് ജുമാ മസ്ജിദിലെ ലൈറ്റ് പുലരുവോളം കത്തിയിരുന്നു. ഏതാ വള്ളിക്കാട് ജുമാ മസ്ജിദ്? TP ചന്ദ്രശേഖരന്റെ മഹലിന് ജുമായത്ത് പള്ളി. അപ്പൊ അവിടെ വെച്ചാണ് ഇത് ആസൂത്രണം ചെയ്തത്. നിങ്ങൾക്ക് പറ്റാത്ത ഒരാളെ നിങ്ങൾ എന്നെ കൊന്നിട്ട് അത് മുസ്ലിങ്ങളാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ മുസ്ലിം ഭീകരവാദികൾ അതിന്റെ പിന്നിൽ. അതിന് തെളിവായിട്ട് മാഷാ അല്ലാഹ് എന്നുള്ളൊരു സ്റ്റിക്കർ, മാഷാ അല്ലാഹ് എന്നുള്ള സ്റ്റിക്കർ 10 റുപ്യ കൊടുത്തായാല് ഒരു ജാറത്തിന്റെ അടുത്ത് പോയാൽ കിട്ടും, കടയിൽ നിന്ന് പോയാൽ കിട്ടും. തീർന്നില്ല. വടകരയില് കാഫിർ എങ്ങനെ വരുന്നത്? ശൈലജ ടീച്ചർ ജയിക്കണം. ഷാഫി പാലക്കാട് നിന്ന് കണ്ടു പോന്നു. അപ്പൊ ഷാഫി വടകരയിൽ വന്നപ്പോ നല്ല ട്രെൻഡായി. ജനങ്ങൾ ഇങ്ങനെ കൂലം കുത്തി ഒഴുകുക. നല്ലൊരു ചെറുപ്പക്കാരൻ. എങ്ങനെ ഇവനെ തടയിടുക? അവനെന്തെങ്കിലും ഒരു ഐക്കല്ല് കെട്ടണ്ടേ? അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബുദ്ധിയുടെ മൂശയിൽ മെനഞ്ഞെടുത്തു. എന്തെന്നറിയാ? ഈ ഷാഫി ഇറക്കണമാതിരി നമ്മള് നോട്ടീസ് ഇറക്കുക. എന്ത്? എതിരാളി വേറെ ആളാണ്, കാഫിർ. ഇപ്പുറത്തുള്ള ആള് 5 വക്ത് നിസ്കരിക്കുന്നവനാണ്. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യാ? മുസ്ലിം വീടുകളിൽ കൊണ്ടിടുക എന്ന് പറഞ്ഞ് UDF എന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ആളെ കെയർ ഓഫിൽ നമ്മളൊന്ന് ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ഇതങ്ങോട്ട് വിടാ. എന്നിട്ടോ അത് വിട്ട് കഴിഞ്ഞാല് ഇതെങ്ങനാലും നമ്മൾ ഇറക്കൂലെന്ന് ഉറപ്പിക്കും. പക്ഷേ പൊട്ടന്മാരങ്ങള് ഇത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇട്ടാ എന്താണെന്നറിയാ? ആദ്യം ഇട്ടവനെ നമ്മളെ പെരയത്തെ 5 വയസ്സായ പൈതലിന് ആ കേസാണ്ട് ഏൽപ്പിച്ചാൽ മതി. അതിങ്ങനെ അടിച്ചിട്ട് എടുത്തു തരും. ഇത് എവിടുന്നാ ഫോർവേഡ് ചെയ്ത് കിട്ടും. അപ്പൊ ഈ കത്ത് എവിടുന്ന് ഇറക്കി? നമ്മളിറക്കും. അത്
നിങ്ങൾ ബുദ്ധിയുള്ള കക്കാട്ടേര് പറയും ഇയാള് 5 വക്ത് നിസ്കരിക്കണ മുസൽമാനാണ്, മറ്റേത് കാഫിറ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ കുറ്റം പറയുന്ന നോട്ടീസ് നമ്മളെ ഇറക്കിയാൽ വടകരയിലെ ഹിന്ദു ഷാഫിക്കെതിരാവും. ആ പണി നമ്മൾ എടുക്കോ? വോട്ടിന്റെ സമയത്ത് പരമാവധി കൊണ്ട് പോയട്ടെ എന്നല്ലേ കരുതുക. ആരാ നോട്ടീസ് ഇറക്കുക? നമ്മളിറക്കിയില്ല. പക്ഷെ എന്തായിന്നറിയോ, നമ്മൾ അറിഞ്ഞ് ഇതിന്റെ പിന്നിൽ ആരായാലും വേണ്ടില്ല കണ്ടെത്തണം. അപ്പോ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു ഇതിന്റെ പിന്നിൽ ലീഗാ. പറഞ്ഞത് ശരി തന്നെയായിരുന്നു. ഇതിന്റെ പിന്നിൽ ലീഗ് തന്നെയായിരുന്നു, മുന്നിൽ ഇവരെന്നെയായിരുന്നു. കണ്ടു പോയി. ഇവരുടെ റെഡ് വളണ്ടിയർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് പരിശോധിച്ചു. ഇപ്പതാ അതിന്റെ വക്കത്തെത്തി നിൽക്കുക. നമ്മളൊരു യൂത്ത് ലീഗുകാരനെ നാദാപുരത്തെ ചെക്കനെ ഇവർ പേടിപ്പിച്ചു. ബനാത് വിട്ടത് ഓൻ പറഞ്ഞു 10 ലക്ഷം ഉറുപ്പ്യരാ. യൂത്ത് ലീഗ് പറഞ്ഞു നിങ്ങൾക്ക് പൈസക്ക് വലിയ ആവശ്യമുള്ള പാർട്ടിയാണല്ലോ, കാരണം വയനാട്ടെ ഫണ്ട് വരെ നിങ്ങളെ കയ്യിലാണ്. ഇപ്പൊ ജനങ്ങൾ കൊടുത്തില്ല. ബിരിയാണി ചാലഞ്ച് നിങ്ങൾ മുണങ്ങിക്കണം. അങ്ങക്ക് ഒരു 10 ലക്ഷം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പറഞ്ഞു ദാ പിടിച്ചോ 10 ലക്ഷം ഞങ്ങളാന്ന് തെളിയിച്ചാൽ അപ്പൊ 2 കാര്യം കിട്ടും നിങ്ങൾക്ക്. ഒരു വെടിക്ക് 2 പക്ഷിയാ. ഒരു ലീഗുകാരനെ കൊടുക്കും ചെയ്യാ, 10 ഉറുപ്പ്യ ലാഭമാണ് നിങ്ങൾക്ക്. നിങ്ങളെ പണിയെടുത്തോ? ഇല്ല. ഇതുവരെ കിട്ടിക്കണ? ഇല്ല. നമ്മള് പോലീസോ പോവും, ഇങ്ങനെ പോവും, ആളെ എടുത്തെത്തിയാൻ കണ്ടു പോരും. അതെന്താ? ലീഗാണ് കണ്ട് പിടിച്ചൂടെ? പിടിക്കൂല. എന്താ കാരണം അറിയോ? പിടിച്ചാ ആരാധന അറിയും. നിങ്ങളെടുത്ത പണി ചെറിയ പണിയാണോ? പക്ഷെ അവിടെ ഉണ്ടായത് എന്താ അറിയോ? അങ്ങനെ ഒരു നോട്ടീസ് ഇറക്കിയത് നിങ്ങളാന്ന് വടകരക്കാർക്കാണ്ട് ഉറപ്പായി. അപ്പൊ എന്ത് ചെയ്തറിയോ? പാരമ്പര്യമായി അരിവാളിന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞ് ഇങ്ങനെ ഇപ്പൊ നമുക്ക് ജയിക്കണ്ട, ഈ പണിയാണ് നമ്മളെ പാർട്ടി ഇപ്പൊ എടുക്കണെന്ന് വെച്ചാല് ഈ കൊല്ലം നമ്മൾ കെടുക്കട്ടെ കൈപ്പത്തിക്ക് പറഞ്ഞിട്ട് കുത്തി. ആര്? പാരമ്പര്യമുള്ള മുത്തലക്കായ സഖാക്കൾ മുഴുവൻ കുത്തി. ഇപ്പൊ നിങ്ങൾക്ക് പണി 2 പണിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് 2 പണിയാണ്. കാഫിറിന്റെ ബാപ്പാനെയും പിടിക്കണം, മുനാഫിക്കിന്റെ മക്കളെയും പിടിക്കണം. നിങ്ങൾക്ക് 2 പണിയാണ്. നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്ന ഉറപ്പാണ്. പോലീസ് അത്ര മോശമല്ലട്ടാ. നിങ്ങൾക്ക് രസം കേൾക്കണം. മലപ്പുറം ജില്ലയിൽ ഒരു ചെക്കനെ പിടിച്ചു പോലീസ്. സോഷ്യൽ മീഡിയയിൽ ഒരു പിക്ചർ ഇട്ടാൽ ആരാണത് പോസ്റ്റ് ചെയ്തതെന്ന് വേഗം കണ്ടെത്താം. പിടിച്ചത് ഞാൻ പറയട്ടെ. ഇപ്പൊ ഈ കാറ്റും മഴയും നടക്കുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന സീതി സായി പോളിടെക്നിക് കോളേജിൽ കുട്ടികളൊക്കെ കുറവ്. എന്താ കാരണം എന്നറിയോ? സ്റ്റാഫിലും കുറെ ആള് വന്നിട്ടില്ല. ഞാൻ വിളിച്ചു, എന്തെന്ന്? ഈ വാട്സപ്പ് നോക്കാതെ വരിക, ഇന്ന് കോളേജില്ല. അപ്പൊ ഞാൻ അപ്പുറത്ത് നോക്കുമ്പോ ബോയ്സ് ഹൈസ്കൂളില്ല, തൊട്ടടുത്ത് സ്ഥാപനമൊന്നുമില്ല. അപ്പൊ ഞാൻ പഞ്ചായത്തിൽ വിളിച്ചു പറഞ്ഞു ഇവിടെ ഇന്നില്ല. ആരാ അവധി പ്രഖ്യാപിച്ചു? നമ്മളെ കലക്ടർ. നോക്കുമ്പോഴോ വിളി വന്നു, DDയുടെ ഓഫീസിൽ നിന്ന് വിളി വന്ന്, ടെക്നിക്കൽ ഓഫീസിൽ നിന്ന് വിളി വന്നപ്പോ കലക്ടർ അങ്ങനെ ഒരു അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ എന്താ അറിയോ? +2 പഠിക്കണ ഒരു ചെറുപ്പക്കാരൻ കുട്ടി, തിരുനാവായ പഞ്ചായത്തുകാരൻ, ഓൻ ഒരു ദിവസം കലക്ടറായി. ഓനക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാ. അപ്പൊ ഓന് ഒരു പോസ്റ്റർ ഉണ്ടാക്കി. എന്ത്? കടുത്ത കാലവർഷക്കെടുതി കാരണം മലപ്പുറം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കുന്നതാണ് ഓന്റെ വക. ഒരു അവധി കിട്ടാൻ കാത്തിക്ക കുട്ടികൾ. ഇപ്പൊ എന്റെ മോനൊക്കെ രാവിലെ പേസ്റ്റ് ചെയ്തിട്ട് വരുമ്പോ ചോദിക്കും, നമ്മളെ കലക്ടർ എന്തെങ്കിലും പറഞ്ഞിരിക്കണോ? ഇല്ല, നമ്മളെ കലക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ കോട്ടയത്തെ കലക്ടർ അവധി പറഞ്ഞിട്ടില്ല. ആ, കോട്ടയത്തെ കലക്ടർ അവധി പറയും. ഇടുക്കിയിലെ കലക്ടറും പറഞ്ഞു. അതും ശരി തന്നെ. എന്താ നമ്മള് മലപ്പുറത്തെ കലക്ടർ പറയാത്ത? ഞാൻ എന്റെ ചെക്കനോട് പറഞ്ഞു, മലപ്പുറത്തെ കലക്ടർ താമസിക്കുന്നത് മോനെ കോട്ടക്കുന്നിന്റെ മേലെയാണ്. അങ്ങോട്ട് വെള്ളം കയറണമെങ്കിൽ ഞാനും ഇയൊക്കെ മുങ്ങണം. അപ്പൊ നമ്മക്ക് ലീവ് വയ്ക്കാറ്. അപ്പോഴും കലക്ടർക്ക് അവധിയില്ല. അതുകൊണ്ട് എന്റെ കുട്ടിയെ അപ്പൊ ചെക്കൻ ചോദിക്കാം, സമസ്ത എന്തെങ്കിലും പറഞ്ഞിരിക്കണോ മദ്രസയിൽ പോകാതിരിക്കാൻ? കുട്ടികൾക്കൊരു ലീവ് ഇട്ടാൻ കാത്തിക്കുകയാണ്. അത് ഞാൻ പ്രസംഗിക്കലുണ്ട്. പണ്ട് ഖിയാമത്ത് നാളിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞു, ദീനിയാത്തിലെ 5ാമത്തെ പാഠാണ് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അവസാന നാൾ കൊണ്ട് വിശ്വസിക്കല്. എല്ലാവരും പുസ്തകം പൂട്ടിയേക്കുക. ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിക്കണം മക്കളെ. ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതും. കുട്ടികൾ പറഞ്ഞു അങ്ങനെ ഉണ്ടാവും. അന്ന് ആകാശം പൊട്ടിക്കീറും. ആകാശം പൊട്ടിക്കീറും, നക്ഷത്രങ്ങൾ പൊഴിഞ്ഞു വീഴും. കുട്ടികൾ ആകാന്തപ്പെട്ടു. ഉസ്താദ് പറഞ്ഞു, പർവ്വതങ്ങൾ ചിന്ന ഭിന്നമാകും, ബേജാറാകാൻ ഒരിക്കലും പോണം. പിന്നെ ഉസ്താദ് പറഞ്ഞു, കടല് ആളിക്കത്തും. ചക്കന്മാരൊക്കെ നെറൂലല്ലാത്തൊരു നൃത്തം.
കടല് ആളിക്കത്തും. ഉസ്താദ് പറഞ്ഞു അന്ന് അല്ലല്ലാത്ത ഒന്നും ഉണ്ടാവില്ല, അല്ലല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നിലെ ബെഞ്ചിൽ നിന്ന് ഒരു ചെക്കൻ ചോദിക്കുകയാണ്, അന്ന് മദ്രസ ഉണ്ടാവുമോ? ഓനെ സദർ ഉസ്താദ് മരിച്ചിട്ടാണോ ഒന്ന് ലീവ് എടുക്കാൻ വെച്ചിട്ട് കാത്തു. മലപ്പുറം ജില്ലയിലെ തിരുനാവായക്കാരനായ ഒരു കുട്ടി +2 പഠിക്കണ ചെക്കൻ സ്കൂൾ പോകാൻ മടിയായിട്ട് കലക്ടറായിട്ട് സ്വയം ഒരു അവധി പ്രഖ്യാപിച്ചിട്ട് വാട്സപ്പിൽ ഇട്ടപ്പോ ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ കോളേജിൽ ആബ്സെന്റ് ആയപ്പോ ജില്ലാ കലക്ടറുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇട്ട അവനെ കേരള പോലീസ് പിടിച്ചെങ്കിൽ എന്താണ് വടകരയിലെ കാഫിറിന്റെ ബാപ്പാനെ പിടിച്ചാത്ത്? ഞങ്ങള് ചോദ്യതാണ്. ആ +2 ചേക്കനെ പിടിച്ചങ്ങള് ഇപ്പൊ പിണറായി വിജയന് ഇപ്പൊ ഒരു ഫോൺ വിളി ഉണ്ട്, CM വിത്ത് മീ. CM എന്റെ കൂടെ, CM ആരെ കൂടെ? വെള്ളാപ്പള്ളിയുടെ കൂടെയാണ്. നമുക്ക് അറിയായിട്ടാണ് ഇത്. വെള്ളാപ്പള്ളി പറഞ്ഞു കൊടുത്ത മുദ്രാവാക്യാണ്. മൂപ്പരെ കൂടെയാണ് ഇപ്പൊ, മൂപ്പരെ കൂടെയാണ്. വെള്ളാപ്പള്ളി എന്താ പറഞ്ഞ അറിയാം? പിണറായി വിജയൻ നല്ലൊരു ഭക്തനാണ്. ഈ പിണറായി പറയാൻ മലയിൽ കയറിയിട്ട് ഞാൻ ആദ്യമായിട്ട് അവിടെ വരുന്നത്. ഈ ജമ്മത്തിൽ പള്ളിക്കൊക്കെ വരാത്ത ആൾക്ക് എങ്ങനെ തക്കുവ ഉണ്ടാവുക? ഇത് ആരോടെ ഈ പറയുന്നത്? ഇയാൾ നല്ലൊരു ഭക്തനാണ്. ആരെ ഭക്തൻ? പിണറായി നല്ലൊരു ഭക്തനാ. ആരെ ഭക്തൻ? വെള്ളാപ്പള്ളിയുടെ ഭക്തൻ. വെള്ളാപ്പള്ളിയോ? പിണറായിയുടെ ഭക്തൻ. സുകുമാരൻ നായർക്ക് ഒരു തട്ടുമുട്ട് തീരാണ്ട് ആ കേസ് ഞാൻ പറയണ. വെള്ളാപ്പള്ളിക്ക് ഒരു തട്ടുമുട്ട് തീരാണ്ട് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് 2 കേസും. ഞാൻ പറയണോ? പിണറായിക്ക് ഒരു തട്ടുമുട്ട് തീരാണ്ട് ലാവ്ലിംഗ് കേസ്. ഈ തട്ടുമുട്ട് തീരാണ്ടായതുകൊണ്ട് ഇയാള് മോഡിനെയും വിടൂല, ഇവർ രണ്ടാളും ഇയാളെയും വിടൂല, പിണറായി. പക്ഷെ ഉണ്ടല്ലോ ഗതിയൊക്കെ മാറും. മാർച്ചിസ്റ്റേരാ സമ്മേളനങ്ങളായ സമ്മേളനം മുഴുവൻ ബഹിഷ്കരിക്കുക. അവരെല്ലായിടത്തും വന്നിട്ട് പറയാണ് ഇത് വേണ്ട, ഈ പാർട്ടിയുടെ ഈ പോക്കിനോട് ഞങ്ങൾക്ക് ഒരിക്കലും യോജിപ്പില്ല എന്ന് പറയാണ്. യോജിപ്പില്ല എന്ന് പറയാണ്. നിങ്ങൾ അറിയണം, ഒരു യോജിപ്പില്ല. പാർട്ടിയുടെ ഈ പോക്ക് ഞങ്ങൾ പിടിച്ചു കെട്ടും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ഇവര് പാലക്കാട് വന്നപ്പോ ചെയ്ത പണി, സന്ദീപ് വാര്യര് പാവം വെറുപ്പിന്റെ കമ്പോളത്ത് നിന്ന് സ്നേഹത്തിന്റെ കട തുറന്നപ്പോ കണ്ടുവരിക. അയാളെ വീട്ടിൽ ഇങ്ങനെ ഒരു സുന്ദരിയായ ചെറുപ്പക്കാരിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതുവഴി ആദ്യം ലൈൻ അടിച്ചു പോയത് അറിയാം? ഗോവിന്ദ മാഷ് ലൈൻ അടിച്ചു ചെന്ന് കുട്ടിനെ കണ്ടല്ല പറ്റി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാനൊരു പമ്പൂർന്നാളെ കണ്ട് ക്രിസ്റ്റൽ ക്ലിയർ. അങ്ങനെ മൂപ്പര് പറഞ്ഞു, ക്രിസ്റ്റൽ ക്ലിയർ. ഞാൻ നല്ലൊരു മുതലിനെ കണ്ട്. ഒരു കല്യാണം ആലോചിക്കുമ്പോ പെൺകുട്ടിയുടെ കുടുംബം മറ്റേ തറവാടും അന്വേഷിക്കും. ഗോവിന്ദ മാഷ് എന്ന പുതിയാപ്പളുടെ തറവാട് സന്ദീപ് വാര്യരുടെ കുടുംബം അന്വേഷിച്ചപ്പോ മഹാവടക്കാന്നറിഞ്ഞു. കാരണം ഞാൻ ഇതിന്ന് വെറുത്തിട്ടാണ് പോരുന്നത്. ഞാൻ അതിനേക്കായും വലിയ ചൊറ വേണ്ടല്ലോ. നമ്മൾ ഈ വീതനം വന്ന് ചൂടായിട്ട് അടുപ്പിലേക്ക് ചാടുക അറിയല്ലോ, അത് വേണ്ട. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ശരിയല്ല. കോൺഗ്രസ് പോയി അദ്ദേഹം. അപ്പൊ ഗോവിന്ദ മാഷ് പറഞ്ഞു, ഓള് പോക്കാണേ, മോശാണേ. അങ്ങനെയാണ് അവനാന്റെ കല്യാണം മുടങ്ങിയാ പറയാ. എന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തെന്താ അറിയാം? മുസ്ലിം സമുദായത്തിലെ 2 പത്രങ്ങളിൽ ഈ പരസ്യം കൊടുത്തു. ദേശാഭിമാനി കൊടുക്കാത്ത പരസ്യം ഇതിൽ കൊടുത്തു. എന്നിട്ട് കൊടുത്തിട്ട് എന്താ ചെയ്തത്? അവിടെ കൊടുത്തിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്ത പണി എന്താണെന്നറിയാം? ഇയാളുടെ പഴയ ചിത്രങ്ങളൊക്കെ എടുത്തിട്ട്. പക്ഷെ സന്ദീപ് വാര്യർ പറഞ്ഞു, നിങ്ങൾ ഖലീഫ ഉമറിനെ പഠിച്ചിട്ടില്ല. നോക്കണം, ഖലീഫ ഉമറിനെ പറ്റിയിട്ട് സന്ദീപ് വാര്യരുടെ അടുത്തുനിന്നൊക്കെ കിതാബ് ഓതേണ്ട ഗതികേട് ഞമ്മക്ക് വരികയായിരുന്നെങ്കിൽ വലിയ സങ്കടം. മുസ്ലിം സമുദായത്തിലെ 2 പത്രങ്ങളിൽ മാത്രം പരസ്യം. എന്താ കാരണം? അവിടെ BJPയോ രാഹുൽ മാങ്കൂട്ടത്തിലോ എന്നുള്ളതാ നൃത്തം. രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നിൽ പോയാൽ BJP ജയിക്കും. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി അരിവാളിൽ ഒരാളെ നിർത്തിയില്ല. ഒരു പഴയ കോൺഗ്രസ്സുകാരനെ സ്റ്റെതസ്കോപ്പിൽ നിർത്തി. മുസ്ലിം സമുദായത്തിന്റെ പത്രത്തിൽ ഇത് കൊടുത്താൽ എന്താ ഉണ്ടാവുക? അവര് മാറി ചിന്തിക്കും. ആകെ ഈ ഷാഫി പറമ്പലിന് കുറച്ച് വോട്ട് കിട്ടിയ സ്ഥലം ഏതാ? പിരായിരി പഞ്ചായത്ത്. അതാരാ ഭരിക്കുന്നത്? ലീഗും കോൺഗ്രസും. അവിടെ നല്ല സ്വാധീനം മുസ്ലിം സമുദായത്തിന്, ന്യൂനപക്ഷത്തിന്. അവിടെ ഈ പത്രാണ്ട് കൊണ്ടിട്ട് നമ്മളാൾക്കാര് തിരിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇപ്പൊ കണ്ടോ, സുകുമാരൻ നായർ പറഞ്ഞോടത്തല്ല കേരളത്തിലെ നായന്മാര്, വെള്ളാപ്പള്ളി പറയുന്നോടത്തല്ല കേരളത്തിലെ ഈഴവന്മാര്. ഇനി നമ്മളെ കൂട്ടത്തിൽ എന്താ വേണ്ടതെന്ന് അറിയോ?
ഈ പിണറായി വിജയന്റെ മധുവൊന്ന് നിർത്തിയാല് നമ്മളും രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നമ്മക്കും മുങ്ങ. നമ്മൾ വിചാരിക്കണ പോലെയല്ല. അപ്പൊ നമ്മളെ അവതാരത്തിലാക്കി JCB കൊടുന്ന് പൊളിക്കുക മദ്രസ്. ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഉച്ചരിക്കാൻ ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ പോകുമ്പോ നമ്മളിപ്പോ തമ്മിൽ തർക്കം കൂടി പോകരുത്. കാരണം എന്താ അറിയോ, നമ്മൾ പണ്ടുണ്ടായ ഒരാളെ ഒരു ബസ്സിൽ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുക, 100 ആൾക്കാരെ ബസ്സിൽ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുക. എത്ര ആൾക്കാരെ? 100 ആളെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അപ്പൊ ആ ബസ്സിൽ പൊരിഞ്ഞ അടി എന്തിനാ അറിയോ? സൈഡിലെ സീറ്റിലിരിക്കാനേ. എന്ത് സൈഡോടോ? പിന്നെ 2 മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഒന്നാകെ മജത്താൻ പോവുക. അപ്പൊ പിന്നെ എന്ത് സൈഡാണ് അവിടെ? ഇവിടെ നമ്മൾ സുന്നിയായും മുജാഹിദായും, സുന്നി ഗ്രൂപ്പായും മുജാഹിദ് ഗ്രൂപ്പായും തമ്മിൽ തർക്കിച്ചാൽ നമ്മളെ കൊട്ടി തൊള്ളയിലിടാൻ CPM-നും BJP-ക്കും വളരെ എളുപ്പമാണ്. പാദസാം നിജയം വാർന്നൊലിഞ്ഞിടവു സേതു ബന്ധന ഉദ്യോഗമെന്തടോ. വെള്ളം മുഴുവൻ വാർന്നു പോയ ശേഷം പിന്നെ ചിറകെട്ടാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല മക്കളെ. സുന്നി വേണം, സുന്നിയുടെ ചെടികളും നടണം. മുജാഹിദ് വേണം, അവരെ ചെടികൾ നടണം. സമസ്ത വേണം, അവരെ ചെടികൾ നടണം. സംസ്ഥാന വേണം, അവരെ ചെടികൾ നടണം. ദക്ഷിണ വേണം, അവരെ ചെടികൾ നടണം. ഇവരെല്ലാരും ചെടികളുള്ള ഈ പൂന്തോട്ടത്തിന്റെ ചുറ്റുമതിലാണ് പാണക്കാട്ട തങ്ങളാകുന്ന ഈ വൻമതില്. ആ മതിലിന്റെ അവിടെ വന്നിട്ട് പോണോര് വൈക്കങ്ങനെ ഓരോ വര അരച്ച് പോയാൽ അവിടുത്തെ ഒരു കല്ലിളകും. ആ കല്ലിളകിയ മോഡി വന്നിട്ട് ഒരു ഉന്ത്, പിണറായി അതിന്റെ പിന്നിൽ വന്ന് വേറൊരു ഉന്ത്. അങ്ങനെ മതിലങ്ങ് പൊളിഞ്ഞാൽ നമുക്ക് ഒന്നായിട്ട് മുങ്ങ. ആർക്കായിട്ടും ഒരു സുഖം ഉണ്ടാവില്ല. എല്ലാവരും ഉണർന്ന് ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് മുസ്ലിം ലീഗ്.